രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നൊരു വാക്യം ഞാൻ പറയട്ടെ. വെൻ യു ആർ ഇഗ്നോറിങ് ദ വേർഡ്, നിങ്ങൾ എപ്പോഴാണോ ദൈവത്തിൻ്റെ വചനത്തെ ഇഗ്നോർ ചെയ്യുന്നത്, വാസ്തവത്തിൽ യു ആർ ഇഗ്നോറിങ് ദ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിടുതലിനായിട്ടുള്ള സൂത്രവാക്യത്തെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക, അല്ലെ തള്ളിക്കളയുക. എനിക്ക് നിങ്ങൾക്കുമുള്ള അനുഗ്രഹത്തിൻ്റെ സോഴ്സ് ദൈവം വെച്ചിരിക്കുന്നത് ദൈവവചനത്തിനകത്ത്. എന്നാൽ നമ്മുടെ ക്രിസ്ത്യാനികൾക്കകത്ത് 2-3 കാര്യങ്ങൾ മാത്രമേ അവരുടെ തലയിലുള്ളൂ. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണേ. പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടും, ഉപവസിച്ചാൽ സൗഖ്യം കിട്ടും, പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടും, ഉപവസിച്ചാൽ മാറ്റം ഉണ്ടാകും. ചില ആളുകൾ കുറച്ചും കൂടെ അറിയാം, കരഞ്ഞാൽ മാറ്റം ഉണ്ടാകും, വിശ്വസിച്ചാൽ മാറ്റം ഉണ്ടാകും. ഇത്രയും കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ ഒതുങ്ങിപ്പോയി. പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന സൗഖ്യമാകാൻ ഇങ്ങനെ എന്തൊക്കെയാണോ പറയുന്നത് അല്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്നാൽ നമ്മൾ ആരാന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടോ കരയേണ്ടതായിട്ടോ ഒരു കാര്യം നേടേണ്ടതിനായി പരിശ്രമിക്കേണ്ടതായിട്ടോ ഉള്ള സ്ഥിതിയിൽ നിന്ന് നിങ്ങൾ മാറാൻ തുടങ്ങും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ തുടർന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഞാൻ പറഞ്ഞ കാര്യം കുറച്ച് കട്ടിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഉപവസിക്കണ്ടേ, പ്രാർത്ഥിക്കണ്ടേ, വിശ്വസിക്കണ്ടേ എന്നൊക്കെ തോന്നൽ വരാം. ഒരു ആമേൻ പറഞ്ഞേ. ഞാനൊരു വാക്യത്തിലേക്ക് വരുക. 1 പത്രോസിലേക്ക് വരാം. 2 അധ്യായം എടുക്കാം. കഴിഞ്ഞ ആഴ്ചയും വാക്യം നമ്മൾ വായിച്ചേ. അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കാം. 1 പത്രോസ് 2 അധ്യായം 9-ാമത്തെ വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന്, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടോ? ബൈബിൾ ഉണ്ടെങ്കിൽ തുറന്നേ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ഇത് കുറച്ചു പേർക്ക് ഈ വാക്യം അറിയാം കേട്ടോ. ആ വാക്യത്തിലെ 2 വാക്കുകൾ നമ്മുടെ ഉള്ളിൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന്, രാജകീയ പുരോഹിത വർഗം എന്ന് പറഞ്ഞേ. രാജകീയ എത്ര പേര് ആ വാക്ക് കേട്ടിട്ടുണ്ട്? അവരെ കരമൊന്ന് ഉയർത്തി കാണിച്ച്. ഒത്തിരി പേര് കേട്ടിട്ടുണ്ട്. അതെന്താന്ന് അറിഞ്ഞുകൂടെങ്കിലും നമുക്ക് എന്തൊക്കെയോ നമുക്ക് തലയിലുണ്ട്. രാജകീയ പുരോഹിത വർഗം എന്നൊരു വാക്ക് നമ്മുടെ തലയിലിരിപ്പുണ്ട്. സത്യത്തിൽ ഈ വാചകം പത്രോസ് എഴുതുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ബൈബിളിനെ മുഴുവനും പുതിയ നിയമത്തെ മുഴുവനും നമ്മുടെ കയ്യിൽ എഴുതി തന്നിരിക്കുകയാണ് ആ വാക്യത്തിലൂടെ. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയട്ടെ. പുതിയ നിയമം മുഴുവനും ഒരു വാക്യത്തിലൂടെ ദൈവം നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ്. അവിടുത്തെ ആദ്യത്തെ വാക്ക് ഞാൻ ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. ബട്ട് യു ആർ എ ചോസൻ റേസ്. എല്ലാവരും പറഞ്ഞേ, ചോസൻ റേസ്, തെരഞ്ഞെടുക്കപ്പെട്ട ജാതി. ഉറക്കെ പറഞ്ഞേ, തെരഞ്ഞെടുക്കപ്പെട്ട ജാതി. ഒന്ന് കരമുയർത്തിട്ട് എന്നോട് പറഞ്ഞേ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. ഒന്നും കൂടെ പറ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. ഒന്നും കൂടെ പറ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. ഇത് കേട്ടപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷെ ആ വാചകത്തിന്റെ അർത്ഥം ഭയങ്കരമാണ്. തെരഞ്ഞെടുക്കുക. എല്ലാവരും പറഞ്ഞ തെരഞ്ഞെടുക്കുക. ഒന്നുകൂടെ ശബ്ദം പറഞ്ഞ് തെരഞ്ഞെടുക്കുക. ഓ ലവ് യു ജീസസ്. തെരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്ത് വരുന്ന 2-3 പ്രധാന ചിത്രങ്ങൾ പറയട്ടെ. തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണെന്ന് നമുക്ക് അറിയാമെങ്കിലും അത് അറിയുന്ന രീതിക്ക് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ നിങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണെന്ന് നമുക്കറിയാം. പക്ഷെ അറിഞ്ഞിരിക്കുന്ന രീതിക്ക് ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, ചെറിയൊരു ചിന്തയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവം നമ്മളോട് കരുണ കാണിച്ചു, ദൈവം നമ്മളോട് ദയ കാണിച്ചു, കരുണ കാണിച്ചു, നമ്മളെ ദൈവം തെരഞ്ഞെടുത്തു. അങ്ങനെയല്ലേ നമുക്ക് അറിയാവുന്നത്? നിങ്ങളൊന്നും പറയാതെ എന്താ? അങ്ങനെയാണോ അറിയാവുന്നത്? പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന വാചകം കുറച്ചും കൂടെ വ്യത്യാസമാണ്. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു ജാതിയാക്കാൻ വേണ്ടിയാ. ആമേൻ.
അപ്പൊ നമ്മുടെ എല്ലാവരുടെയും അകത്തുള്ള ഒരു രണ്ട് പ്രധാന ചിന്ത: ദൈവം നമ്മളോട് കരുണ കാണിച്ചു, ദൈവം നമ്മളോട് ദയ കാണിച്ചു. ആ ദയയുടെയും കരുണയുടെയും അനന്തര ഫലമാണ് ഇപ്പൊ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ നിങ്ങളോട് ഞാൻ വ്യത്യസ്തമായിട്ട് ചോദ്യം ചോദിക്കട്ടെ. എന്നെ നോക്കിക്കാൻ നിങ്ങൾ എല്ലാവരും കരമുയർത്തി പറഞ്ഞു, എന്നെ ദൈവം തെരഞ്ഞെടുത്തതാണ്. എന്നെ ദൈവം തെരഞ്ഞെടുത്തതാണ്. ദൈവം തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയായിരുന്നു? കരുണ കാണിച്ചു, ദൈവത്തിന്റെ സ്നേഹം കാണിച്ചു. അവന്റെ സ്നേഹം എന്നെ തെരഞ്ഞെടുത്തു, അവന്റെ കരുണ എന്നെ തെരഞ്ഞെടുത്തു. എന്നാൽ ഒരു പടിയും കൂടെ കയറി ഞാൻ പറയട്ടെ. ദൈവത്തിന് നിങ്ങളിൽ മറ്റാരിലും കാണാത്ത, ദൈവത്തിന് വേണ്ട ചിലത് നിങ്ങളിൽ കണ്ടതുകൊണ്ടാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത്. ആമേൻ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഒന്നുകൂടെ പറയാം. ദൈവം നിങ്ങളോട് കരുണ കാണിച്ചതാണ്, ദയ കാണിച്ചത്, ശരിയാ. പക്ഷെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ല. ദൈവത്തിനെ എന്നിൽ ദൈവത്തിന് വേണ്ടത് ഒന്ന് കണ്ടത് കൊണ്ടാണ് എന്നെ ദൈവം തെരഞ്ഞെടുത്തതെന്ന് നമ്മൾ കണ്ടിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് എന്നെ ആവശ്യമുള്ളതിൽ, അല്ലെങ്കിൽ ദൈവം എന്നെ ആഗ്രഹിച്ചപ്പോ ആ ദൈവത്തിന് എന്നിൽ ചില ക്വാളിറ്റികൾ കണ്ടതാണ് എന്നെ തെരഞ്ഞെടുത്തതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ ചിന്തിക്കത്തില്ല. അതിന്റെ കാരണം നമ്മൾ ക്വാളിറ്റി ഉള്ള ആളാണെന്നോ യോഗ്യതയുള്ള ആളാണെന്നോ തെരഞ്ഞെടുക്കാൻ പറ്റുന്ന പാത്രമാണെന്നോ നമ്മുടെ തലയിലില്ല. നമ്മൾ കൊള്ളില്ല, അഴുക്കാണ്, ചീത്തയാണ് എന്ന ചിന്ത മാത്രമേ നമ്മുടെ തലയിലുള്ളൂ. ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ മനസ്സിലാവുന്നു. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തപ്പോൾ കരുണ കാണിച്ചു, ദയ കാണിച്ചു. കാരണം നമ്മുടെ ഉള്ളിലുള്ള മൈൻഡ് സെറ്റ് നമ്മൾ അഴുക്കാണ്, കൊള്ളത്തില്ല, തിന്മയാണ്, ആ ചിന്ത മാത്രമേ ഉള്ളൂ. മീൻ പിടിച്ച പത്രോസിനെ ദൈവം തെരഞ്ഞെടുത്തു. പക്ഷെ തെരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിനൊരു കാര്യം അറിയാമായിരുന്നു. ഇവന് ജനിക്കണേക്കാൾ മുമ്പ്, ഇവൻ ലോകാരംഭത്തിന് മുമ്പ് ഞാൻ ഇവനിൽ ഒരു പോപ്പാകാനുള്ള കൃപ അല്ലെങ്കിൽ കഴിവ് ഇവന്റെ അകത്ത് ഞാൻ പകർന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളിലുള്ള ചിലതിനെ കാണാൻ കഴിഞ്ഞു. പക്ഷെ നമ്മളിലുള്ള ചിലതിനെ കാണാറില്ല. നമ്മൾ പറയാറുള്ളത് വി ആർ ഓർഡിനറി. ഞങ്ങൾ സാധാരണക്കാരനാണ്, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഞാൻ കൃമിയാണ്, ഞാൻ പുഴുവാണ്, ഞാൻ പൊടിയാണ്, ഞാൻ ഒന്നുമല്ല, ഞാൻ ഏതുമല്ല എന്ന് പറയാനാണ് നമുക്ക് ഇഷ്ടമുള്ളത്. പക്ഷെ ദൈവത്തിന് നിങ്ങളെ കാണുമ്പോൾ തോന്നിയത് അങ്ങനെയല്ല. ഇവൻ ചിലതാണ്, ഇവനിൽ ഞാൻ ചിലത് കണ്ടിട്ടുണ്ട്, ഇവനിൽ ചില കഴിവുകളുണ്ട്, ഇവനിൽ ചില കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. വേദപുസ്തകത്തിൽ ദൈവവചനം പറയുന്നത് 1 കൊരിന്ത്യർ 6-19 വാക്യവും 1 പത്രോസ് 1-18 വാക്യവും വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക ദൈവം നമ്മളെ വില കൊടുത്ത് വാങ്ങിയതാണ്. നമ്മൾ എങ്ങനെയോ എന്ത് ചെയ്തു എന്ന് പറഞ്ഞേ? വില കൊടുത്തു എന്ന് പറഞ്ഞ വേദപുസ്തകം പറയുന്നത് വെള്ളിയോ പൊന്നോ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളോ കൊണ്ടല്ല, വിലയേറിയ പുത്രന്റെ രക്തം എന്ന് പറഞ്ഞാൽ സ്വന്തം പുത്രന്റെ രക്തത്തിന് എന്തു വിലയുണ്ടോ അത്രയും വില കൊടുത്താണ് ദൈവം നിങ്ങളെ വാങ്ങിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നിങ്ങൾ വാല്യുബിൾ ആണ്. ഒന്ന് കരമുയർത്തി പറയാവോ? ദൈവത്തിന് ഞാൻ വിലയുള്ളതാണ്. എന്നിൽ ദൈവം ചിലത് വിലയുള്ളതായി കണ്ടു. ഓ, കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിന്റെ മുഖത്തെ കരുവാളിപ്പല്ല, നിന്റെ മുഖത്തെ നിറവല്ല, നിന്റെ ശരീരപ്രകൃതിയല്ല, നീ വന്ന ജാതിയല്ല, നീ വന്ന മതമല്ല, നീ വന്ന കുലമല്ല, നീ ക്രിസ്ത്യാനിയായെന്നോ ഹിന്ദു ആയെന്നോ അല്ല. പകരം ദൈവം നിങ്ങളിൽ അവന് വേണ്ട ചില പ്രത്യേകതകൾ കണ്ടതുകൊണ്ടാണ് അവൻ നിന്നെ തെരഞ്ഞെടുത്തത്. ദൈവത്തിന് ഇന്നയാളെ അവിടെ പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്നും ദൈവത്തിന്റെ ഉദ്ദേശത്തിന് നീ യോഗ്യനാണെന്നും അവന് തോന്നിയത് കൊണ്ടാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. നമ്മൾ പറയുന്നത് ഒന്നുമല്ല, ഞാനൊന്നുമല്ല എന്നൊരു മനോഭാവം ക്രിസ്ത്യാനിയുടെ തലയിൽ കയറിയിരിക്കുക. ഞാൻ കഴിവില്ല, ഞാൻ ഒന്നുമല്ല, അതാരൊക്കെയോ നമ്മുടെ തലയിൽ കയറി പഠിപ്പിച്ചു വെച്ചിരിക്കുക. എന്നാൽ ദൈവം പറയുന്നത് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞേ. അവൻ എന്നെ തെരഞ്ഞെടുത്തു. ഉദാഹരണം പറയാം.
1000 പേര് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ. Shakatarabu. 1000 പേരെയും തെരഞ്ഞെടുക്കത്തില്ല. Yes. അതിൽ ഒരാളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിൽ 10 പേരെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ തിരഞ്ഞെടുക്കുന്ന ആള് ആ 1000 പേരിൽ വെച്ച് അതിന് യോഗ്യനായതുകൊണ്ടാണ് Yes. ആ ആളെ തെരഞ്ഞെടുത്തത്. Hallelujah. എന്ന് പറഞ്ഞ 10,000ങ്ങളുടെ നടുവിൽ നിനക്ക് ദൈവം ആഗ്രഹിച്ച യോഗ്യതയുള്ളത് കൊണ്ടാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. യേശുവേ. Thank you Jesus. എന്റെ കൂടെ ഇല്ല, ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല. Hallelujah. അപ്പൊ നിങ്ങളെല്ലാം ചിന്തിക്കുന്നത് എന്നറിയോ, എന്ത് യോഗ്യത എന്ന് പറയും? നമ്മുടെ യോഗ്യത കുറവ് നമ്മൾ പറയുന്നത് നമ്മുടെ അഴുക്ക് സ്വഭാവമായിരുന്നു, അയോഗ്യതയുള്ള ജീവിതമായിരുന്നു. അത് ശരിയാണ്, അതൊന്നും തെറ്റെന്ന് പറഞ്ഞില്ല. അതിനോട് ദൈവം നിങ്ങളോട് കരുണ കാണിച്ചു. പക്ഷേ നിങ്ങൾ ലോകം ഉണ്ടാകണേക്കാൾ മുമ്പ് ദൈവം നിങ്ങളിൽ ചിലത് വെച്ചിട്ടുണ്ട്. അത് ദൈവത്തിന് ഇന്ന സമയത്ത് ഇവിടെ പ്രയോജനപ്പെടുത്തണമെന്ന് ചിന്തിച്ചതാണ് ദൈവം നിന്നെ തെരഞ്ഞെടുക്കാൻ കാരണം. Hallelujah. ഒന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേട്ടെ. നമുക്ക് വിഷ്ണു ബ്രദർ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പോലെ ഇവിടെ ഇല്ല ഇരിക്കുന്നത്, അവിടെ ആയിരിക്കുന്നത്. എന്തുകൊണ്ടാ പറ? പാറശാലയിലെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ തെരഞ്ഞെടുത്ത് വെച്ചേക്കുവാ. അതിന്റെ ഒരു ഗമ ആർക്കുണ്ട്? വിഷ്ണുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. അതിൽ തെറ്റുവല്ലോ ഉണ്ടോ? മറ്റാരേക്കാളും പ്രിൻസിനൊരു ധൈര്യമുണ്ട് എൻ്റെ അടുക്ക് വന്ന് സംസാരിക്കാൻ. അതെന്താ കാരണം? ഗോഡ്വിൻ എൻ്റെ വീട്ടിൽ വരാനും വീട്ടിൽ വന്ന് ചില ചെയ്യാനും ധൈര്യമുണ്ട്. എന്താ? ഗോഡ്വിൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ഗോഡ്വിനെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ തെരഞ്ഞെടുത്തത് ഗോഡ്വിൻ അറിയത്തില്ല എങ്കിൽ ഗോഡ്വിൻ ഒരിക്കലും എന്നോടുള്ള ബന്ധത്തിലെ ചില കാര്യങ്ങളെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ അവന് കഴിയാതെയാകും. നിങ്ങളുടെ തലയിൽ കയറിയില്ല. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേട്ടെ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേട്ടെ. സത്യത്തിൽ ഞങ്ങളെ പോലുള്ള പ്രസംഗകരാണ് നമ്മുടെ തലയിൽ ഏറ്റവും കൂടുതൽ കയറ്റി വെച്ചിട്ടുള്ളത് നിങ്ങൾ കൊള്ളില്ല എന്നും, നിങ്ങൾ കുറവുള്ളവരാണെന്നും, നിങ്ങൾ അയോഗ്യരാണെന്നും, നിങ്ങൾ കുറവുള്ളവരാണെന്നും, നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നതും നമ്മുടെ സമൂഹം, ഞങ്ങളെപ്പോലത്തെ പ്രസംഗകരെ, അച്ഛൻ അമ്മ സമൂഹം ചുറ്റുപാടും നമ്മുടെ തലയിൽ കയറ്റി വെച്ചിരിക്കുക. പക്ഷേ ദൈവം നിങ്ങളെ നോക്കിയപ്പോ ദൈവം പറയുവാ, I like to choose him. എനിക്ക് ഇവനെ തെരഞ്ഞെടുക്കാൻ ആഗ്രഹമാ. ഇവനെ ഒരു പ്രത്യേക ജാതിയാക്കാൻ ആഗ്രഹമാ. എനിക്ക് ഇവനെ ഇവിടെ കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നിങ്ങളിൽ ചിലത് കാണാൻ കഴിഞ്ഞു. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ദൈവത്തിന് നിങ്ങളിൽ ചിലത് കാണാൻ കഴിഞ്ഞത് കൊണ്ടാണ് അവൻ നിന്നെ തെരഞ്ഞെടുത്തത്. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേട്ടെ. ബ്രദറിന്റെ പേരെന്ത് പറഞ്ഞേ? പേര് പറ. അനി ബ്രദറിനെ കണ്ടതിന് അന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും സുവിശേഷ വേലയുടെ ഭാഗമാണെന്ന്. ഇതാ ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരിയുണ്ട്. സഹോദരി കണ്ടതിന് അന്ന് ഞാൻ പറഞ്ഞു ശുശ്രൂഷകയാകണമെന്ന്. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ബ്രദറെ എനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ടിരുന്നു. ഇപ്പൊ ചർച്ചയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സഹോദരിയുള്ള ഒരാള്. ദൈവത്തിന് അവരെ താല്പര്യമുണ്ട്. ദൈവത്തിന് അതെങ്ങനെ എനിക്ക് മനസ്സിലായി? അവർക്ക് അവരിലെ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന അറിയത്തില്ല. പക്ഷെ ഞാൻ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി അവരൊരു സ്പെഷ്യലാണ്. നിങ്ങളൊന്നൊന്നും പറയാത്തെ, രാമ്യം പറയാത്തെ. ദൈവത്തിന് നിങ്ങൾ കൊള്ളാമെന്ന് തോന്നി. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ്, ദൈവത്തിന് ഞാൻ കൊള്ളാമെന്ന് തോന്നി. നാട്ടിലെ ആർക്കെങ്കിലും കൊള്ളാമെന്ന് തോന്നിയെന്നല്ല, ദൈവത്തിന്, സർവശക്തനായ ദൈവത്തിന്, ഈ ലോകത്തിന്റെ ഉടയവന്, സകലത് ഉണ്ടാക്കിയവന് നിങ്ങൾ കൊള്ളാമെന്ന് തോന്നി. അവന് നീ കൊള്ളാമെന്ന് തോന്നിയോണ്ടാ നീ ഇവിടെ ഇരിക്കുന്നേ. ഒന്ന് പറഞ്ഞേ, ദൈവത്തിന് എന്നെ കൊള്ളാമെന്ന് തോന്നി. അതുകൊണ്ടാണ് അവൻ എന്നെ തെരഞ്ഞെടുത്തത്. അപ്പൊ ദൈവം എന്നെ തെരഞ്ഞെടുത്തത് കരുണ കാണിച്ചു, കൃപ കാണിച്ചു, ദയ കാണിച്ചു. അതൊക്കെ ശരിയാ. പക്ഷെ അതിനേക്കാൾ ഉപരി അവൻ എന്നെ കൊള്ളാമെന്ന് തോന്നിയത് കൊണ്ടാണ് അവൻ നിന്നെ തെരഞ്ഞെടുത്തത്. ഇനി ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവം തെരഞ്ഞെടുത്തവരെ നോക്ക്. വിക്കനെ എടുത്തു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? വിക്കനായ മനുഷ്യനെ എടുത്തു, കഴിവില്ലാത്ത പലരും എടുത്തു. പക്ഷെ ദൈവത്തിന് നോക്കിയപ്പോ ഇവൻ എനിക്ക് കൊള്ളാവുന്നതാണ്.
Yes. ഒരു മനുഷ്യനോട് കർത്താവ് പറഞ്ഞു, എടാ നിന്നെ ഞാൻ ഒരു രാജ്യത്തെ വിടുവിക്കാൻ അയക്കാൻ പോവാ. പുള്ളി പറഞ്ഞു, എനിക്ക് വർത്താനം പറയാൻ അറിയത്തില്ലെന്ന്. നിങ്ങളൊന്നും വേണ്ടാതെ. പുള്ളിയുടെ പേരറിയോ നിങ്ങൾക്ക്? അദ്ദേഹത്തിന്റെ പേരാണ് മോശ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പക്ഷെ ദൈവത്തിന് അയാളെ കണ്ടപ്പോ പറഞ്ഞു, വേറൊരാളെയും ഈ ജനത്തെ നയിക്കാൻ തെരഞ്ഞെടുത്താൽ ഒക്കത്തില്ല, ഇവനെയാണ് അതിന് കൊള്ളാകുന്നവൻ. Amen. Hallelujah. മോശെ, നിനക്കതിന് കഴിവുണ്ടോ? മോശെ പറയാ, വേറെ ആരെങ്കിലും ആക്കിക്കോ, എനിക്ക് പറ്റത്തില്ല. മോശെ, ഞാൻ നിന്റെ വായാകാം. പറ്റത്തില്ല, എന്റെ അനുജനെ വിളിച്ചോ, എന്റെ ചേട്ടനെ വിളിച്ചോ, വായ അയക്കിക്കോ, ഞാൻ ആക്ഷൻ കാണിക്കാൻ. അവൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയോ? ശബ്ദം ഹല്ലേലൂയ പറയോ? നിനക്കും എനിക്കും ഞാനും നിങ്ങളും കൊള്ളരുതാത്തവരാ, കഴിവില്ലാത്തവരാ, കരുണ കാണിച്ചതിന്റെ ഫലമായിട്ട് വന്നിരിക്കുന്നവരാ. പക്ഷെ ദൈവം നോക്കുന്നത് അല്ല, എനിക്കിവനിൽ ചിലത് കാണാനുണ്ട്, എനിക്കിവനിൽ ചില പ്രത്യേകതകൾ കാണാനുണ്ട്, എനിക്കിവനിൽ ചില കഴിവുകൾ കാണാനുണ്ട്. വേദവസം പറയുന്നത്, മോശയെ പോലെ സൗമ്യനായ ഒരു മനുഷ്യൻ ഭൂമിയിലില്ലായിരുന്നു. എന്നെ അറ്റസ്റ്റേഷനാ, എന്നെ അറ്റസ്റ്റേഷനാ. ഇത് പറഞ്ഞത് ഞാനല്ല, ബൈബിളാണ് എന്ന് പറഞ്ഞ അങ്ങനെ ഒരാൾ ഭൂമിയിൽ അന്ന് വരില്ല. ആ ആൾക്ക് തോന്നുന്നത് എനിക്ക് കഴിവില്ലെന്നാ, ആ ആൾക്ക് തോന്നുന്നത് എനിക്ക് അറിവില്ലെന്നാ. പക്ഷെ ദൈവത്തിന് തോന്നുന്നത് ഇവനെ പോലെ വേറൊരാളില്ലെന്നാ. അടുത്തിരിക്കുന്ന ഒരാളെ കൈ കൊടുത്തിട്ട് പറ, നിങ്ങളെ പോലെ വേറൊരാളില്ല, നിങ്ങളെ പോലെ വേറൊരാളില്ല, ദൈവത്തിന് നിങ്ങളെ പോലെ വേറൊരാളില്ല. പറ, ഇത് ഞാൻ വെറുതെ പറയുമല്ല. അതുകൊണ്ടാണ് ഇന്ന സ്ഥലത്ത് കിടന്നോ, ദൂരെ കിടന്നോ, സമീപത്ത് കിടന്നോ, നിന്നെ അവൻ തെരഞ്ഞെടുത്തത്. You are chosen. 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 ആ കൈകളൊന്ന് അടിച്ചോണ്ട് പറ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാ. നിന്റെ ഭർത്താവ് പറയുന്നവരെ നീ കൊള്ളത്തില്ലെന്ന്, നിന്റെ ഭാര്യ പറയുന്നുണ്ടോ നീ കൊള്ളത്തില്ലെന്ന്, നിന്റെ അമ്മ പറയുന്നുണ്ടോ, നിന്റെ അപ്പ പറയുന്നുണ്ടാവും, സമൂഹം മുഴുവൻ പറയുന്നുണ്ടോ. പക്ഷെ ദൈവം പറയുവോ, എനിക്ക് ഇവനിൽ ചിലത് കാണാം, എനിക്ക് ഇവളിൽ ചിലത് കാണാം, എനിക്ക് ഇവനിൽ ചിലത് കാണാം, എനിക്ക് ഇവളിൽ ചിലത് കാണാം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. അതുകൊണ്ടാ ദൈവം അടുത്ത വചനത്തിൽ പറഞ്ഞേ, യു ആർ സ്പെഷ്യൽ. അടുത്ത വാക്ക് എഴുതിയിരിക്കുവോ, നിങ്ങൾ ആരാണ്? സ്പെഷ്യൽ ആണ്. എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാനൊരു സ്പെഷ്യലാണ്? ജസ്റ്റ് പേര് പറഞ്ഞു മറന്നുപോയി. ഒന്ന് പറയാനോടൊപ്പം ഞാനൊരു സ്പെഷ്യലാണെന്ന് പറയാവോ? സത്യമാണോ? ഇതാ അവിടെ നിന്ന് ചിരിക്കുന്നു. സത്യമായിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഞാനൊരു സ്പെഷ്യലാണ്? എന്റെ ദൈവം ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം കുറച്ച് നാളായാലും കൂടെ കൂടിയിട്ട് അതിന്റെ പ്രത്യേകതയായിരിക്കും. എന്താ പേര് പറഞ്ഞിടാ? ഷിനി. പറ, ഞാനൊരു സ്പെഷ്യലാണ്. പറ, എഴുന്നേക്ക, പേര് പറ. അനിൽ. സ്പെഷ്യലാണോ? തിരുവനന്തപുരം ഭാഷയിൽ തന്നെയുടെ സ്പെഷ്യൽ തന്നെ. നിങ്ങൾക്ക് സ്വയം ഇതുവരെ തോന്നിയിട്ടുണ്ടോ ഞാനൊരു സ്പെഷ്യലാണ്? നിങ്ങൾക്ക് തോന്നിയില്ല, പക്ഷെ ദൈവത്തിന് തോന്നി നീ ഒരു സ്പെഷ്യലാണ്. അതുകൊണ്ടാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. Come on, കൈ അടിച്ചൊരു ആമേൻ പറ. Come on, കൈ അടിക്കേ, ആമേൻ പറ. I am special. ഞാനൊരു പ്രത്യേകതയുള്ള ആളാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനൊരു പ്രത്യേകതയുള്ള ആളാണെന്ന് പറയാത്തതിന്റെ കാരണം എന്നാണെന്നറിയോ? നമ്മളിലുള്ള ബലഹീനമായ ഭാഗങ്ങൾ പൊങ്ങി നിൽക്കുന്നതാണ് നമ്മുടെ തലയിലുള്ളത്. ഞാൻ മറ്റുള്ളവരെ പോലെയല്ല. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും, ഞാൻ പെട്ടെന്ന് വികാരപ്പെടും, എനിക്ക് പെട്ടെന്ന് പറ്റ മോശം സ്വഭാവം വരും. എടേ, ഇതെല്ലാം ഉണ്ടെന്ന് ആരില്ലെന്ന് പറഞ്ഞില്ല, പക്ഷേ അത് നിങ്ങളുടെ ഒരു ഭാഗമാണ്. വേറൊരു ഭാഗം, ദൈവത്തിന് നിങ്ങൾ സ്പെഷ്യലാണ്, ദൈവത്തിന് നിങ്ങൾ വ്യത്യസ്തരാണ്. മറ്റാർക്കും ഇല്ലാത്തത് നിങ്ങൾക്കുണ്ട്, മറ്റാർക്കും ഇല്ലാത്തത് ദൈവം നിങ്ങളിൽ കണ്ടിരിക്കുകയാണ്, മറ്റാർക്കും ഇല്ലാത്തത് ദൈവം നിങ്ങളിൽ കണ്ടിരിക്കുകയാണ്. പ്രിൻസിന്റെ മോളങ്ങ് പാടി.
ഇവിടെ അമ്മയോട് ചോദിച്ചു നോക്കിയേ, എന്നാ പറയുന്നറിയോ? ബ്രദറെ ഇവള് അങ്ങനെ, ബ്രദറെ ഇവിടെ ഇങ്ങനെ, ബ്രദറെ എനിക്ക് ഇവള് ഭയങ്കര ഇഷ്ടമോ? നിങ്ങൾക്ക് തോന്നി ഇവളൊരു ഓർഡിനറി ആണെന്ന്. ഞാൻ നോക്കുമ്പോ ഡ്രംസ് പഠിക്കാൻ പോകുന്നു. അടുത്ത് ചോദിക്കുന്നു, ബ്രദറെ കീബോർഡും കൂടെ പഠിക്കട്ടെ. ഞാൻ പറഞ്ഞു, ഇവൾ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്? ഇവൾക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് ഇവൾക്ക് തന്നെ അറിയത്തില്ല. നിങ്ങൾ വിചാരിക്കരുത് അത് ചുമ്മാ വരുന്ന ആഗ്രഹമാണ്. ഇവൾ രോഗരാജ്യങ്ങളിൽ ദൈവം ഉപയോഗിക്കാൻ പോകുന്നൊരു മോളാണ്. I am special. Amen. I am special. I am special. Thank you, Jesus. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, ഞാനൊരു പ്രത്യേകതയുള്ള ആളാണ്. ഞാനൊരു പ്രത്യേകതയുള്ളവനാണ്. പറ, ഞാനൊരു പ്രത്യേകതയുള്ളവനാണ്. പറയുന്നുണ്ടോ? ഞാനൊരു പ്രത്യേകതയുള്ളവനാണ്. യെസ്. എന്നോട് കൂടെ പറഞ്ഞു, നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറയണം, ജോൺ ദാരു മറ്റാരിൽ നിന്ന് വ്യത്യാസമുള്ള ഒരാളാണ്. മറ്റാരിൽ നിന്ന് വ്യത്യാസമുള്ളവനാണ്. പറ, നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറ. വിഷ്ണു മറ്റാരുള്ളവരിൽ വ്യത്യസ്തമുള്ളവനാണ്. മൈക്കെടുത്തെന്ന് പറഞ്ഞിടാ. പറ പറ. ജോൺ ദാരു മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. നിങ്ങളെല്ലാവരിൽ നിന്ന് വ്യത്യസ്തനാണ്. ദൈവം നിങ്ങളിൽ വ്യത്യസ്തത കണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളിൽ വ്യത്യസ്തത കണ്ടിരിക്കുകയാണ്. Come on, കൈ അടിച്ചോണ്ട് പറ, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്. ഞാനൊരു സാധാരണ വ്യക്തിയല്ല, ഞാനൊരു വ്യത്യസ്തനാണ്. ഒന്നുകൂടെ പറ, ഞാനൊരു സാധാരണ വ്യക്തിയല്ല, ഞാനൊരു വ്യത്യസ്തനാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ തലയിൽ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് എന്തുവാ? ഞാനൊരു സാധാരണ മനുഷ്യൻ. എങ്ങനെയാ നമ്മുടെ തലയിലുള്ളത്? ജോസ് എങ്ങനെയാ ഉള്ളത്? ഓ, ഞാനൊരു സാധാരണ മനുഷ്യൻ. നീ ആരാ സാധാരണ എന്ന് പറഞ്ഞ്? ദൈവം നിന്നെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം നിന്നിൽ മറ്റാരിലും കാണാത്തത് ദൈവം കണ്ടോണ്ടാ. മറ്റാരിലും ഇല്ലാത്തത് എന്നിലുണ്ട്. മറ്റാരിലും ഇല്ലാത്തത് എന്നിലുണ്ട്. ഒന്നും കൂടെ പറ, മറ്റാരിലും ഇല്ലാത്തത് എന്നിലുണ്ട്. ഒന്നും കൂടെ പറ, മറ്റാരിലും ഇല്ലാത്തത് എന്നിലുണ്ട്. ആ കൈകൾ അടിച്ചിട്ട് പറ, മറ്റാരിലും ഇല്ലാത്തതാ എന്നിലുണ്ട്. ഞാൻ വ്യത്യസ്തനാണ്. എന്നെ ആളുകൾ കളിയാക്കുന്ന ഒരു പാണ്ഡൻ ഉപദേശി എന്ന് പറഞ്ഞാൽ കളിയാക്കുന്നത്. അവര് കളിയാക്കുമ്പോ ഞാൻ എന്നാ ചെയ്യുന്നു? ഒറ്റയ്ക്ക് നിന്നിട്ട് പറയും, എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, അവർക്ക് എന്റെ പാണ്ഡെ കാണാനുള്ളൂ, പക്ഷെ ഞാൻ വ്യത്യസ്തനാണ്. രാമീൻ പറയാത്ത എന്താ? ലോകം പറയുന്നതല്ല ശരി, എന്റെ ദൈവത്തിന്റെ വചനം പറയുന്ന ശരി. ഞാൻ വ്യത്യസ്തനാണ്, ഞാൻ സ്പെഷ്യലാണ്, ഞാൻ ചോസനാണ്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഇനി അടുത്തിരിക്കുന്നവരോട് പറ, ഒരു പ്രത്യേക കാര്യം പറയാൻ പോകുമെന്ന് പറഞ്ഞ്. നിങ്ങളുടെ കയ്യിൽ എത്ര പേരുടെ കയ്യിൽ ബൈബിൾ ഇരിപ്പുണ്ട്? ആ ബൈബിൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച്. മൊബൈൽ ആണെങ്കിലും കുഴപ്പമില്ല, ബൈബിൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച്. മൊബൈലായിട്ട് കുഴപ്പമൊന്നുമില്ല, മൊബൈലിലെ ബൈബിൾ എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, നോക്കിയാൽ മതി. ഒന്ന് ഉയർത്തിയിട്ട് പറഞ്ഞേ, ഇതെന്റെ ബൈബിളാണ്. ഇനി ഒരു ചോദ്യം ചോദിക്കുക ഞാൻ നിങ്ങളോട്. ഈ ബൈബിൾ എപ്പോഴാണ് നിങ്ങൾ സ്പെഷ്യലാന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ ബൈബിൾ നമുക്ക് തന്നത് എന്തിനാണ്? നമ്മുടെ തലയിലുള്ള ചിന്ത എന്ന് അറിയോ? നമ്മുടെ കുറവുകൾ കാണിക്കാൻ വേണ്ടി. എന്തിനാ ബൈബിൾ തന്നെ പറ? നമ്മുടെ കുറവുകൾ. ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ കുറവല്ലാതെ വേറെ എന്തെങ്കിലും തോന്നാറുണ്ടോ? ഒന്നും മിണ്ടില്ല കണ്ടോ? പക്ഷെ ഈ ബൈബിൾ തന്നത് നിങ്ങളുടെ കുറവുകൾ കാണിക്കാൻ മാത്രമല്ല, നിങ്ങളുടെ കഴിവുകൾ കാണിക്കാനാണ്. നിങ്ങൾ കൈയടിച്ചില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ കുറവുകൾ മാത്രം കണ്ടെന്നറിയോ? ഇത് കുറവുകൾ കാണാനുള്ള കണ്ണാടിയായിട്ട് മാത്രമാണ് നിങ്ങൾ കണ്ടത്. പക്ഷേ
പൗലോസ് പറഞ്ഞപ്പോ പറഞ്ഞു, ഇത് ദൈവവചനം എന്ന കണ്ണാടിയാണ്, Yes. ഇതിലേക്ക് നോക്കിയാൽ ഞാൻ ആരാണെന്ന് മനസ്സിലാവും. Oh, hallelujah. Amen. ഇത് ദൈവവചനം എന്ന കണ്ണാടിയാണ്. യാക്കോബ് പറയുവാ ഇത് ദൈവവചനം എന്ന കണ്ണാടിയാണ്, ഇതിലേക്ക് നോക്കിയാൽ ഞാൻ ആരാന്ന് മനസ്സിലാകുമെന്ന. Yes. ഞാൻ ആരാന്ന് മനസ്സിലാകുമെന്ന. Amen. ഞാൻ ആരാന്ന് മനസ്സിലാകുമെന്ന. അപ്പൊ ഞാൻ ആരാന്ന് മനസ്സിലാകാനാണ് ഈ ബൈബിൾ എനിക്ക് തന്നിട്ടുള്ളത്. Hallelujah. Thank you, Lord. പക്ഷെ ആളുകൾ ഈ ബൈബിളിനെ വെച്ചിട്ട് എന്ത് ചെയ്തു? നിന്റെ കുറവുകൾ കണ്ടപ്പോ നിങ്ങൾ ബൈബിൾ കുറവുകൾ കാണിച്ചു തരാനുള്ള പുസ്തകമായി മാത്രം അതിനെ കണ്ടു. എന്നാൽ ബൈബിൾ കുറവുകൾ മാത്രം കാണിക്കാനുള്ളതല്ല, നിന്റെ കഴിവുകൾ കാണിക്കാനുള്ള പുസ്തകമാണ്. Amen. Hallelujah. Thank you, Jesus. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നിന്നാൽ ഞാൻ മതിൽ ചാടിക്കടക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എനിക്ക് അസാധ്യമായതൊന്നുമില്ല. Hallelujah. ഞാൻ പറഞ്ഞ ചിലത് നടക്കും. Amen. എന്റെ കഴിവാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. Yabalo. ദൈവത്തിനെ പറയാം, നിനക്കൊന്നും അസാധ്യമായിരിക്കുകയില്ല Yes. എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും അസാധ്യമായിരിക്കത്തില്ല. യേശുവിൽ വിശ്വസിക്കുന്നവനുള്ള കഴിവ് പറയുക, നിനക്കൊന്നും പറ്റാതെ, നിനക്കൊന്നും അസാധ്യമായിരിക്കത്തില്ലെന്നാ. നിനക്കെല്ലാം സാധ്യമായിരിക്കുമെന്നാ. Amen. Come on. കൈകളടിച്ചൂടെ ഹല്ലേലൂയ പറ. Hallelujah. റസലകറബ. Shakato. ഒന്ന് കൈയടിച്ചൂടെ ആമേൻ പറഞ്ഞേ. Amen. അടുത്തിരിക്കുന്നവരോട് പറ, ഞാൻ കഴിവുള്ളയാളാണ്, ഞാൻ കഴിവുള്ളയാളാണ്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. പറ ഒന്നും കൂടെ, ഞാൻ കഴിവുകളുള്ളയാളാണ്. കഴിവുള്ളയാളാണ്. പറ, ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാ ഞാൻ. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് ഞാൻ. എന്നോട് ഒരിക്കലും ഒരു പെങ്കൊച്ചു വന്നിട്ട് സെക്ഷൽ ആയ കാര്യങ്ങൾ പറഞ്ഞു. വിശ്വാസി വന്നതിന് ശേഷമാ ഞാൻ അവളോട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ എന്ന്. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, നീ ഒക്കെ ഒരു ആണാണോടാണ്. ഞാൻ അവളോട് പറഞ്ഞു, മറ്റേ ആണുങ്ങളെല്ലാം വാടുമെങ്കിൽ ഞാൻ വാടത്തില്ല സിസ്റ്റർ എന്ന് പറഞ്ഞു. Amen. എല്ലാവരും പെങ്കൊച്ചുങ്ങൾ വളച്ച് കാണിച്ച. ഞാൻ അന്ന് എനിക്ക് ബിസിനസ് സ്ഥാപനമുണ്ട്. പെമ്പിള്ളേർ ഇഷ്ടം പോലെ ചർച്ച് കടയിൽ വരും. ആ കൊച്ചു കുറച്ച് ദിവസം കൊണ്ട് എന്നെ ലൈൻ അടിച്ചു. എനിക്ക് അവളെ കണ്ടിട്ടൊക്കെ ഇഷ്ടമായി. പക്ഷേ എന്നാ ചെയ്യാനോ, നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നു. ഞാൻ അവളോട് പറഞ്ഞപ്പോ അവള് പറഞ്ഞു, നീയൊക്കെ ആണാണോ അത്. ഞാൻ അവളോട് പറഞ്ഞു, മറ്റെല്ലാവരെയും വളച്ചാൽ വളയുമെങ്കിൽ ഞാൻ വളയാത്തതാ എന്റെ ആണത്തെന്ന് പറഞ്ഞു. Yes. Thank you, Jesus. സാധാരണ പെൺപിള്ളേരെ ആൺപിള്ളേരെ കണ്ണു കാണിച്ചാൽ വീഴും. പക്ഷെ നീ വീഴുന്നില്ല എങ്കിൽ അതാ നിന്റെ സ്പെഷ്യാലിറ്റി. Amen. എന്താ നീ ആമീൻ പറയാതെ? മറ്റേ പിള്ളേരെല്ലാം ഒരുമിച്ച് കൂടുമ്പോ ഒരു പെക്കടിക്കും. എന്നാൽ നീ അതിന്റെ നടുവിൽ അടിക്കാതിരിക്കുന്നതാ സ്പെഷ്യാലിറ്റി. Hallelujah. Come on. Yes. ചില ആളുകൾ പറയും, ആണാന്നോടാ. അല്ലടാ, മറ്റെല്ലാവരുടെയും വ്യത്യസ്തനായിരിക്കുന്നത് ആണത്തം എന്ന് പറയുന്നത്. Yes. മറ്റെല്ലാവരും വാടുന്ന സ്ഥലത്ത് വാടാത്തത് ആണത്തരം എന്ന് പറയുന്നത്. Hallelujah. എന്റെ കൂടെ ഉണ്ടോ ഒരു ഹല്ലേലൂയ പറ. Hallelujah. Thank you, Jesus. ഒന്ന് പറഞ്ഞേ, ഐ ആം സ്പെഷ്യൽ. ഞാൻ സ്പെഷ്യൽ ആണ്. ഞാനൊരു വ്യത്യസ്തനാണ്. ഞാനൊരു വ്യത്യസ്തനാണ്. ഒന്നാമത് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഞാനൊരു വ്യത്യസ്തനാണ്. ഞാനൊരു വ്യത്യസ്തനാണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞു. Hallelujah. നീ ഒരു വ്യത്യസ്തനാണെന്ന് മനസ്സിലാക്കാത്തോടത്തോളം കാലം നിനക്ക് നിന്നെ കുറിച്ച് കോൺഫിഡൻസ് ഉണ്ടാകത്തില്ല. എന്ന് പറഞ്ഞേ, ഞാനൊരു വ്യത്യസ്തനാണെന്ന് ഞാനൊരു വ്യത്യസ്തനാണ്. എനിക്ക് തോന്നാത്തോടത്തോളം കാലം നീ സാധാരണക്കാരോട് കൂടെ ചേർന്ന് ജീവിക്കും. എന്നാൽ ഞാൻ എന്ന് വ്യത്യസ്തനാണെന്ന് തോന്നുവോ, എന്റെ കാറ്റഗറിയുള്ള ആളുകളെ ഞാൻ തിരഞ്ഞെടുക്കും. Amen. Hallelujah. എന്റെ സ്കൂളിൽ പഠിച്ച പിള്ളേർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. അതിന് ABC എന്നാണ് ഇട്ടിരിക്കുന്നത്. എക്കകത്ത് ഞാനില്ല, കാരണം അതിനകത്ത് എല്ലാം A ആണ് വരുന്നത്. അപ്പൊ അവൻ പറഞ്ഞു, എടാ നിന്നെ ഇതിനകത്ത് ഇടാൻ കൊള്ളത്തില്ല, കാരണം എന്നെ അവരെന്ത് ചെയ്തിരിക്കുവോ,
ബിക്കകത്ത് ഞാനില്ല, അതിനകത്തും കുറച്ചൊക്കെ വരും, കട്ടി കുറഞ്ഞത് അതിനകത്ത് വരും. പെൺപിള്ളേര് സഹിതമുണ്ട്. സിക്കകത്ത് ഞാൻ. അവർക്ക് തന്നെ മനസ്സിലായി എക്കകത്ത് കൊള്ളത്തില്ല ഞാനെന്ന്. നിങ്ങൾക്ക് എന്താ ആമീൻ പറയാത്ത? അപ്പൊ പറയും നാടോടുമ്പോ അതിൽ നിന്ന് മാറി നിൽക്കാനാ പാട്, അതിനകത്ത് കൂടുകൂടാൻ പാടില്ല. മദ്യപിക്കുന്നവരുടെ കൂടെ കൂടാൻ പാടില്ല, പക്ഷേ അതിൽ നിന്ന് കുടിക്കത്തില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതാ കഴിവെന്ന് പറയുന്നത്. അതിന്റെ പേരെ പുരുഷത്വം. അത് പറഞ്ഞ് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ആളാ. ഏതെങ്കിലും ആമ്പിള്ളേര് കണ്ണു കാണിച്ച വീഴുന്നതല്ല കഴിവ്, അതിന് നടി വീഴാതെ നിൽക്കുന്നതാ കഴിവ്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് ഏതെങ്കിലും പെൺപിള്ളേര് കണ്ണു കാണിച്ച വീഴുന്നതല്ല കഴിവ്, എങ്കിൽ ആ കാറ്റഗറിയുള്ള ആള് നിന്നെ തേടി വരും. നിങ്ങൾ എന്റെ കൂടെ എത്തിയില്ല. അത് പറഞ്ഞ് ഞാൻ ആരാന്ന് മനസ്സിലാക്കുന്ന അനുസരിച്ച് എന്റെ സമൂഹം ഞാൻ തീരുമാനിക്കും, എന്റെ കൂട്ടുകെട്ടിനെ ഞാൻ തീരുമാനിക്കും, ലോകം എനിക്കൊരു സ്റ്റാൻഡേർഡ് വെക്കും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ഒരു മിനിറ്റ് ഇരുന്നേ, ഞാൻ കുറച്ചും കൂടെ വലിയൊരു കാര്യം പറയട്ടെ. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചു, റെഡിയാണോ കേൾക്കാന്ന് ചോദിച്ചേ. ജസ്റ്റ് ഓടി വന്നേ ഇവിടെ നിന്നേ. ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാ. എന്താ ചെയ്യാൻ പോവാ? ഇതാരാണ് നിൽക്കുന്നത്? മാനേജറാണ്. ആരാണ് മാനേജർ? എനിക്കൊരു കഴിവില്ലാത്ത ആളാന്ന് വിചാരിക്കേ, കഴിവില്ല അറിവില്ലാത്ത ഒരാളാന്ന് വിചാരിക്കേ. എനിക്ക് ജോലി കിട്ടി. ഞാൻ മാനേജറോട് ബിഹേവ് ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കും? സാർ, തന്നതിന് നന്ദി സാർ, നന്ദി സാർ, നന്ദി സാർ. അങ്ങനെയായിരിക്കും അല്ലയോ? പക്ഷേ എനിക്ക് കുറച്ച് കഴിവുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്നത് നിവർന്നായിരിക്കും. കഴിവുള്ളവനെ ആരും കയറി റൂൾ ചെയ്യത്തില്ല. കഴിവുള്ളവൻ ചിലരെ റൂൾ ചെയ്യാനായി തുടങ്ങും. കൂടെ ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറ. നിങ്ങൾ എന്റെ ഒപ്പം വന്നോ? നിങ്ങൾ എന്റെ ഒപ്പം എത്തിയോ? ഒരു നല്ല ആമേൻ പറഞ്ഞേ. അടുത്തിരിക്കുന്നവരോട് പറ, കഴിവുള്ളവനെ റൂൾ ചെയ്യാനേ പറ്റത്തുള്ളൂ. നമ്മളെല്ലാവരും പറഞ്ഞു രാജകീയ പുരോഹിത വർഗം, പറഞ്ഞില്ലായിരുന്നോ? ഒന്ന് ചിന്തിച്ചു നോക്കേ, ഇവൻ രാജാവാണ്. ഇവന്റെ സംസാരം തനി ലോക്കലുമാന്ന് വിചാരിക്കേ. എന്തരടേ, എവിടെ പോന്നടേ എന്നാണ് ഇവന്റെ സംസാരം എന്ന് വിചാരിക്കേ. നിങ്ങൾ രാജാവിനെ കണ്ട ഈ എന്തൊരു രാജാവ് ഇത് എവിടെ നടേ വരുന്നത് എന്ന് ചോദിക്കുവോ? അതോ ഇവന്റെ റൂളർഷിപ്പ് ഇവന്റെ വായിലും ഇവന്റെ പെരുമാറ്റത്തിലും വെളിപ്പെട്ടു വരണം. താൻ ആരാണ് എന്ന് ബോധ്യമില്ലാത്ത ഒരാളും റൂൾ ചെയ്യുകയില്ല, വാഴുകയില്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ച് പറയാം. ഞാനൊരു എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് ഒരു ബെഗർ മനോഭാവത്തിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എവിടെയും വാഴത്തില്ല. പക്ഷെ ഇവിടെ നിന്നോട് പറയും ഞാൻ വാഴുന്നവനാകും. വെല്ലം തരണേ എന്ന് പറയുന്ന മനോഭാവത്തിൽ ജീവിച്ചിട്ട് വാഴണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഒന്നെങ്കിൽ വാഴുന്ന മനോഭാവത്തിലേക്ക് വരണം, അല്ലെങ്കിൽ വല്ലതും തരണേ എന്ന മനോഭാവത്തിലേക്ക് വരണം. പാറശാലക്കാരെ തലേ കയറുന്നില്ലല്ലോ, ഒന്ന് കൈയടിച്ച് ഒരു ആമേൻ പറഞ്ഞേ. നിങ്ങളുടെ മനോഭാവമാണ് നീ ചെയ്യേണ്ടത് എന്താന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു യാചകന്റെ മനോഭാവമുള്ള രാജാവിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങളൊന്നും മിണ്ടാത്ത ഒരു യാചകന്റെ സ്വഭാവമുള്ള രാജാവിനെ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് വിശ്വാസികൾ. ആരാണ് വിശ്വാസികൾ? യാചകന്റെ സ്വഭാവമുള്ള രാജാവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളെ കേട്ടിട്ട് പറ, ഞാൻ കണ്ടിട്ടുണ്ട്
അതാണ് ക്രിസ്ത്യാനികൾ. പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. അപ്പുറത്തിരിക്കുന്ന ആൾ അങ്ങനത്തെ ആള് തന്നെ. യാചകന്റെ സ്വഭാവം, പേര് രാജാവും. ഒന്ന് പറഞ്ഞേ, യാചകന്റെ സ്വഭാവം അല്ല, അങ്ങനെ പറയണ്ട, കുറച്ചും കൂടെ നന്നായി. യാചകന്റെ കയ്യിലിരിപ്പ് പറ. യാചകന്റെ കയ്യിലിരിപ്പും രാജാവെന്ന് വിളിപ്പേരും. രാജാവെന്ന് വിളിപ്പേരും. യാചകന്മാരുടെ രാജാവാൻ പോലും കൊള്ളത്തില്ല. നിങ്ങളുടെ മനോഭാവം എങ്ങനെയാണോ അങ്ങനെ നിനക്ക് റൂൾ ചെയ്യാനായി പറ്റത്തുള്ളൂ. Amen. Hallelujah. Yes. ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണെന്ന് തോന്നുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ക്ഷമിക്കേ. നിങ്ങൾ ആനയും സിംഹത്തെയും നോക്കിയിട്ടുണ്ടോ? ആരാ വലിയ ആള്? ആനയാ. പക്ഷേ സിംഹത്തിന്റെ മനോഭാവവും ആനയുടെ മനോഭാവവും രണ്ടും രണ്ടാ. ആനയെ സിംഹത്തിന് കാണുമ്പോ തോന്നുന്നത് ഒരു നേരത്തെ ലഞ്ചനായി. പുള്ളിയുടെ ഒരു കാല് തിന്നാളെ വയറ് പുള്ളിക്കില്ല. പക്ഷെ പുള്ളി കാണുന്നത് എന്തുവാ? ആനയെ കാണുമ്പോ തല്ലിക്കൊന്ന് ഒരു നേരത്തിന് കഴിക്കാന്നാ ചിന്തിക്കുന്നേ. ഒരു തട്ട് കിട്ടിയ ഇവന്റെ കാര്യം കഴിഞ്ഞു. ഒരു തട്ടിനില്ല പുള്ളി. പക്ഷേ ആനയ്ക്ക് യാചകന്റെ സ്വഭാവവും സിംഹത്തിന് രാജാവിന്റെ മനോഭാവമാണ്. ഒന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞേ. ഒന്ന് സ്വയം അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, നിനക്ക് ഏത് മനോഭാവമുള്ളേ? ഏത് മനോഭാവമാണുള്ളത്? യാചകന്റെ ആണോ? യാചകന്റെ ഉണ്ടോ ഇല്ലയെന്ന് എങ്ങനെ തെളിയിക്കാം? എന്റെ അവസ്ഥ നിനക്ക് അറിയാമോ? എന്റെ കൊച്ചിന്റെ കല്യാണം കഴിച്ചിട്ടില്ല. എടേ അടങ്ങിയിരിടെ പ്രാർത്ഥിക്കുക കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? യേശുവേ, എന്നാപ്പ എന്റെ ഈ കഷ്ടത മാറുന്നേ, എന്നാപ്പ എന്നെ ഒന്ന് രക്ഷിക്കുന്നേ. ഇങ്ങനെ പറയുമ്പോ ദൈവം അങ്ങ് രക്ഷിക്കുന്ന വിചാരം. അവസാനം യേശുവിന്റെ നാമത്തിൽ ആമീൻ എന്നും പറയാറിയാം. അവസാനിപ്പിക്കണം അങ്ങനെയാണെന്നറിയാം. അവസാനിപ്പിക്കുന്ന മുമ്പ് പറയും, കൃമിയും പൊഴിയുമായ പറ, പാപിയും ദോഷിയുമായ എന്റെ പ്രാർത്ഥന. പാപിയുടെ പ്രാർത്ഥന അങ്ങ് ചെല്ലത്തില്ല. ദോഷിയായിട്ട് നീ എന്തിനാ പ്രാർത്ഥിക്കുക? ആദ്യം ദോഷം മാറ്റുക, എന്നിട്ട് പ്രാർത്ഥിക്കേ. പാപിയും ദോഷിയുമായ എന്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് പറയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ആരുമില്ല. 5-6 പേരുണ്ടോ? മനസ്സിലായില്ല. തിരിച്ചു ചോദിച്ചായിരുന്നു കൈ പൊക്കിയാനായിട്ടോ, അതുകൊണ്ട് തിരിച്ചു ചോദിച്ചത്. പാപിയും ദോഷിയുമായ അങ്ങനെ പറയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിക്കേ. 5-6 പേരൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് മകനായ എന്റെ പ്രാർത്ഥന കേൾക്കണമെന്നാണോ? പിന്നെ കള്ളത്തരം പറയുമ്പോ ഒരു സ്റ്റാൻഡേർഡ് വേണം. പറ, രാജാവായ എന്റെ പ്രാർത്ഥന കേൾക്കണമെന്നാണോ? എങ്ങനാ അവസാനിപ്പിക്കുന്ന സ്ഥലം പറ. എങ്ങനാന്ന്? ആകെ തപ്പി. വിഷ്ണു എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? വേണോ ബ്രദറെ അവസാനിപ്പിക്കണോ? നിങ്ങൾ പറയുന്നതല്ല സത്യം. നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കുറച്ച് വാചകങ്ങൾ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ദോഷിയായ പാപിയായ എന്റെ പ്രാർത്ഥന കേട്ടതിന് രണ്ടുപേരുടെയും പ്രാർത്ഥന കേൾക്കത്തേ ഉള്ളൂ, ഉത്തരം കിട്ടത്തില്ല. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, പക്ഷെ തന്റെ മകനാ ഉത്തരം കൊടുക്കുന്നത്. നിങ്ങളെന്താ കൈയടിക്കാത്തെ? നിങ്ങൾക്ക് യാചകന്റെ മനോഭാവം ഉണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ നോർക്കാവോ? കർത്താവേ, എന്റെ കഷ്ടപ്പാട് എന്നാ കർത്താവേ നീ ഇന്ന് മാറ്റുന്നേ? എത്ര നാളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ തരണേ. ഇതാ ചോദിക്കുന്ന കേട്ടോ. വേറൊരു സ്റ്റാൻഡേർഡ് ഫോർമാലിറ്റിയിൽ പറയുന്നേ ഉള്ളൂ. അമ്മാ വല്ലതും തരണേന്ന് പറയുന്നില്ല. അത്രേ ഉള്ളൂ വ്യത്യാസം. നിങ്ങളെന്തൊന്നും മിണ്ടാത്തെ? അങ്ങനെ വിളിച്ചാലാണ് ദൈവം പ്രസാദിക്കുന്നെങ്കിൽ നിങ്ങൾ വയറെല്ലാം തല്ലി പൊട്ടിച്ചേൻ. എനിക്കറിയാം. യാചകന്റെ മനോഭാവമാണോ ഉള്ളത്? രാജാവിന്റെ മനോഭാവമാണോ ഉള്ളത്?
ഇതിലിരിക്കുന്നതിൽ 90% ആളുകൾക്കും യാചകന്റെ മനോഭാവമുള്ള. എന്നാൽ കർത്താവ് എന്നോട് യാചകന്റെ മനോഭാവം ആയിരിക്കാനല്ല പറഞ്ഞേ, മകന്റെ മനോഭാവം ആയിരിക്കാനാ പറഞ്ഞു, രാജാവിന്റെ മനോഭാവം ആയിരിക്കാനാ പറഞ്ഞു. യേശു പറഞ്ഞ ഉദാഹരണം കണ്ടോ? ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു. അവൻ ഒരുവൻ വന്നിട്ട് ചോദിച്ചു, അപ്പ എന്റെ വസ്തുവകകൾ എനിക്ക് പകുത്ത് തരണേ. ആ പകുത്ത് തരണേ എന്ന് ചോദിച്ചതിന് കർത്താവ് ഒരു കുറ്റവും പറഞ്ഞില്ല. അവൻ അതിൽ കൊണ്ടുപോയി വ്യഭിചാരികളുടെ കൂടെ കഴിഞ്ഞതിന് നമ്മൾ തെറ്റാന്ന് കാണുന്നേ. തന്റെ അവകാശം ചോദിച്ചതിന് കുറ്റം പറഞ്ഞില്ല. മക്കളാണെങ്കിൽ അവകാശികളെന്ന ദൈവം പറഞ്ഞു. കൈയടിക്കോ, ആമേൻ പറ. ദൈവത്തോട് ചിലത് ചോദിക്കുന്നതിനോ വാങ്ങുന്നതിനോ ദൈവത്തിന് എതിർപ്പില്ല. നീ അത് ചോദിക്കുന്ന ദൈവത്തിന് ഇഷ്ടോ? വേദപുസ്തകം പറയുന്ന അവന്റെ അപ്പൻ അവൻ അത് പകുത്തു കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നേ. എന്റെ കൈ അടിച്ചു കർത്താവിനോട് നല്ല ആമേൻ പറഞ്ഞേ. സഭയിലെ ആളുകളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്നറിയോ? ആടിന്റെ മനോഭാവം. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ആടിന്റെ മനോഭാവം. ഞങ്ങൾ ആരാണ്? ഇടയനും. നിങ്ങൾ ആരാണ്? ആടും. വിശകുമ്പോ ഇത് ഉണ്ടാക്കിയിരിക്കാൻ നല്ല ഇഷ്ടമാ. ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞ 2 അടിയും 2 കൊമ്പും. ഈ ഷീപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അറിയാവോ? അതിന് ഒറ്റയ്ക്ക് നടക്കാൻ അറിയത്തില്ല. അടുത്തിരിക്കുന്നവരുടെ ആടിന്റെ സ്വഭാവം അറിയാവോ? ആരെങ്കിലും നടത്തിയാലേ പുള്ളി നടക്കത്തുള്ളൂ. പറ, ആടിന്റെ സ്വഭാവം എന്തുവാ? ആരെങ്കിലും വടിയായിട്ട് എന്നടാ നീ ആടുന്ന് മാറിയിട്ട് ഇടയനാവുന്നത്. വേദപുസ്തകത്തിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു മൃഗമുണ്ട്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് കേൾക്കാൻ പറഞ്ഞു. ആ മൃഗത്തിന്റെ പ്രത്യേകത എന്നാന്ന് പറയാ? അതിനെ വിളിക്കുന്ന കുതിര എന്നാ വിളിക്കുന്നത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ കുതിര. കുതിരയുടെ പ്രത്യേകത അറിയാവോ നിങ്ങൾക്ക്? ഒന്ന് കൈയടിച്ചു ഒരു ആമേൻ പറഞ്ഞേ. നിങ്ങൾ യോബിന്റെ പുസ്തകം 39-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത്, അത് യുദ്ധം കണ്ട അയ്യോ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ഓടത്തില്ല. യുദ്ധം വന്ന് എന്ന് പറഞ്ഞ് നിൽക്കത്തേ ഉള്ളൂ പുള്ളി. അത് ഒന്നിനെയും കൂസാക്കത്തില്ല. പ്രതിസന്ധിയെ കണ്ട അത് വാടത്തില്ല. പ്രശ്നങ്ങൾ വന്ന അത് ഓടത്തില്ല. വിശ്വാസിയെ പ്രശ്നങ്ങളുടെ നടുവിൽ നീ ഒരു കുതിരയായിരിക്കണം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറ. കാരണം കുതിരയുടെ മനോഭാവം പടയുടെ ശബ്ദം കേട്ട ഓടുന്നതല്ല, പടയുടെ ശബ്ദം കേട്ട മുന്നേറുന്നതാ. എന്റെ കൂടെ എത്തിയോ? വിശ്വാസിയുടെ മനോഭാവം കുതിരയെ പോലെ ആയിരിക്കണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, വിശ്വാസിയുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? കുതിരയെ പോലെ ആയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ കുതിരയാണെന്നല്ല പറഞ്ഞു കേട്ടോ. പ്രശ്നങ്ങളുടെ നടുവിൽ അതിനോട് എതിർത്ത് നിൽക്കുന്ന മനോഭാവം ഉണ്ടാവണമെന്ന്. യുദ്ധത്തെ ഭയപ്പെടുന്നതായിരിക്കരുതെന്ന്. അത് രാജകീയ മനോഭാവമാണ്. പ്രതിസന്ധിയെ പേടിക്കുന്നതാകരുതെന്ന. അതിനോട് ആരടാ എന്ന് നിൽക്കുന്നതായിരിക്കണമെന്ന്. അതാണ് ജയിക്കാനുള്ള മാർഗം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. ഒരാളോടും കൂടെ കൈ എടുത്തിട്ട് പറ, ദൈവം നിന്നിൽ ചില കഴിവുകൾ കണ്ടു. വേറെ ആളോട് പറ, ദൈവം നിന്നിൽ ചില പ്രത്യേകതകൾ കണ്ടു. അതുകൊണ്ടാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. കൈ അടിച്ചോണ്ട് പറ, അതുകൊണ്ടാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. ഒപ്പം എത്തിയോ? ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. ഒന്നുകൂടെ പറ, ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. ഞാൻ പ്രത്യേകതയുള്ള ആളാണ്. ഒന്നും കൂടെ കൈ അടിച്ചിട്ട് പറഞ്ഞു, ഞാൻ പ്രത്യേകതയുള്ള ആളാണ്. കുറച്ചും കൂടെ കയറി പറയട്ടെ, കുറച്ചും കൂടെ കയറി പറയട്ടെ. ഈ യാക്കോബ് ലേഖനം എഴുതുമ്പോ 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുക, നിങ്ങൾ ദൈവത്തിന്റെ ആദ്യ ഫലമാണെന്ന്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഒരു കൊയ്ത്തിൽ
ആദ്യം ഉണ്ടാകുന്ന കതിരുകളാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, ബെസ്റ്റ് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ബെസ്റ്റ് ആണ് ഇരിക്കുന്നതല്ല. Hallelujah. Hey. ഒന്ന് കരമുയർത്തി പറഞ്ഞ ഞാൻ ദൈവത്തിന്റെ ബെസ്റ്റ് ആണ്. ഞാൻ ദൈവത്തിന്റെ ബെസ്റ്റ് ആണ്. പറ, ഒന്നുകൂടെ പറ, ഞാൻ ദൈവത്തിന്റെ ബെസ്റ്റ് ആണ്. ദൈവത്തിന്റെ ബെസ്റ്റ് ആണ്. ഒപ്പം എത്തിയോ? ഞാൻ എപ്പോഴെങ്കിലും ദൈവത്തിന്റെ ബെസ്റ്റ് ആണ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദൈവം എന്നെ തെരഞ്ഞെടുത്തു, എനിക്ക് ഞാൻ ദൈവത്തിന്റെ സ്പെഷ്യലാണ്, ഞാൻ ദൈവത്തിന്റെ ബെസ്റ്റ് ആണ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്നാ പിശാച് എപ്പോഴും നിങ്ങളോട് പറയുക, നിങ്ങളൊന്നുമല്ല, നിനക്കൊരു പ്രത്യേകതയില്ല, നീ ആ തോമാച്ചന്റെ മോൻ തന്നെ, നീ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോത്തേ ഉള്ളൂ, നീ ഉയരത്തില്ല, നീ ഇങ്ങനെ തകർന്നു പോത്തേ ഉള്ളൂ. അതല്ലല്ല, അവന്റെ ശബ്ദമാ. എന്റെ ദൈവം പറയുക, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുവാ, നീ ഒരു സ്പെഷ്യലാണ്, നീ ഒരു ബെസ്റ്റ് ആണ്. അടുത്തിരിക്കുന്ന ആളോട് പറ, ദൈവത്തിന് നീ ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ലതാണ്. ഒന്നുറക്കെ പറ, നീ ദൈവത്തിന് ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ലതാണ്. എങ്കിൽ എന്നോടൊപ്പം ഇങ്ങനെ ഒന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ ദൈവത്തിന് വിശേഷതയുള്ളതാണ്, ഞാൻ ദൈവത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ്, ഏറ്റവും നല്ലതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവില് യേശുവേ എന്നെ രക്ഷിക്കണേ എന്ന് പറയണേക്കാളും അപ്പുറത്തോട്ട് നിന്നിട്ട് ഞാൻ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടയാളാ, പിന്നെ എങ്ങനെയാ പിശാച് നിന്നെ കയറി ഭരിക്കുന്നേ? ഞാൻ ദൈവത്തിന്റെ സ്പെഷ്യലാണ്, എങ്ങനെയാ പിശാച് നിന്നെ തന്തു കൊട്ടുന്നേ? ഒന്നും കൂടെ കരവുയർത്തി പറഞ്ഞേ, ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടയാളാ, ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്, ഞാൻ ദൈവത്തിന് ഏറ്റവും വിശേഷതയേറിയതാണ്, വിശേഷതയുള്ളവനാണ്, ഞാൻ വിലപ്പെട്ടതാണ്, വിശേഷതയുള്ളതാണ്, ദൈവത്തിന് ഏറ്റവും നല്ലതാണ് ഞാൻ. സഹോദരങ്ങളെ, ഞാനൊരു പ്രസംഗം പറയുമല്ല. ഞാൻ ദുബായിൽ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഇന്നത്തെ മെസ്സേജ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു, നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞു. പുള്ളിയുടെ മുഖത്ത് നോക്കി, പുള്ളി എന്നെ വല്ലാതെ നോക്കുക. ഞാൻ പറഞ്ഞു, പ്രസംഗമല്ലേ കൊള്ളാവുന്നത്, നിനക്കത് കൊള്ളാവുന്നതാണോ? കൊള്ളാം, നല്ലതാ ബ്രദറെ. ഞാൻ പറഞ്ഞു, എന്നാണോ ഇതുപോലെ ചിന്തിക്കാൻ തുടങ്ങുന്നത് അന്ന് ഇത് പ്രയോജനപ്പെടാൻ തുടങ്ങും. ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. ഒന്നുകൂടെ പറ, ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. ഞാൻ ദൈവത്താൽ വിശേഷതയുള്ളയാളാണ്. ഞാൻ ദൈവത്തിന് ഏറ്റവും നല്ലതാ. ഞാൻ ദൈവത്തിന് ഏറ്റവും നല്ലതാ. കൈകളടിച്ചത് പറ, ഞാൻ ദൈവത്തിന് ഏറ്റവും നല്ലതാ. ഇനി ഞാൻ പറയുന്ന കാര്യം മറന്നുപോകരുത്. ദൈവത്തിന് ഏറ്റവും നല്ലതായതുകൊണ്ട് ദൈവം എന്ത് ചെയ്തത്? അവന്റേത് മാത്രമാകുന്ന ആത്മാവിനെ എന്റെ അകത്ത് വെച്ചത്. അതിനെ ദാനിയേലിന്റെ പുസ്തകം 6-ാം വാക്യം പറഞ്ഞത് എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്, വേറൊരു ട്രാൻസ്ലേഷൻ പറയുന്നത് എക്സലന്റ് സ്പിരിറ്റ്. അപ്പൊ എൻ്റെ ഉള്ളില് ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടു, ഞാൻ ദൈവത്തിന് വിശേഷതയുള്ളവനായി, ദൈവത്തിന് ഏറ്റവും നല്ലതായി എന്നതുകൊണ്ട് ദൈവം എനിക്ക് എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റിനെ തന്നത്, എക്സലന്റ് സ്പിരിറ്റിനെ തന്നത്. നമ്മുടെ അകത്ത് നമ്മൾ ഒന്നുമല്ല എന്ന് തോന്നലുണ്ടെങ്കിൽ നമുക്ക് റൂൾ ചെയ്യാനായി പറ്റത്തില്ല, വാഴാൻ പറ്റത്തില്ല. ഞാൻ എന്തെങ്കിലും ആണെന്ന് തോന്നിയാൽ, എനിക്കൊരു പൊസിഷൻ ഉണ്ടെന്ന് തോന്നിയാലേ എനിക്ക് വാഴാൻ പറ്റത്തുള്ളൂ. വാഴുന്ന മനോഭാവം പൊസിഷനിൽ ഉറപ്പുള്ള മനോഭാവമാണ്. അത് വിശദീകരിക്കാൻ കുറച്ച് നേരം വേണം. ചിലർക്ക് മനസ്സിലായി കാണത്തില്ല, പക്ഷേ യൗവനക്കാരെങ്കിലും ഇത് ഞാൻ പറയുന്നത് ക്യാച്ച് ചെയ്യണം. ഒരു നല്ല ആമേൻ പറഞ്ഞേ. പൊസിഷൻ ഇല്ലാത്തൊരു ഒരു വ്യക്തിക്ക് വാഴാൻ കഴിയത്തില്ല. ഞാൻ ആരാന്നറിയാത്ത ഒരാളെ എവിടെ വാഴാനാ? എന്റെ പൊസിഷൻ എന്താണെന്ന് അറിയാത്ത ഒരാളെ എവിടെ വാഴാനാ? പക്ഷെ തന്റെ പൊസിഷൻ അറിയുന്ന ഒരാൾക്ക് ആ സ്ഥലത്ത് വാഴാനായി കഴിയുമേ. ദൈവമക്കൾക്ക്
തങ്ങൾ ആരാന്നറിയത്തില്ല, തൻ്റെ പൊസിഷൻ ആരാന്നറിയത്തില്ല. അതുകൊണ്ടാണ് പിശാച് നിങ്ങളെ നിരങ്ങുന്നത്. നിങ്ങൾ എപ്പോഴാണോ അത് തിരിച്ചറിയുന്നത്, അന്ന് മുതൽ പുള്ളി സെല്യൂട്ട് ചെയ്യാനായി തുടങ്ങും. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാകണം. ഞാനൊരു വാചകം പറയട്ടെ. ആരോ ഒരാളിനോട് ഇങ്ങനെ ചോദിച്ചു, ജോൺ ദാൻ ബ്രദറിന്റെ ചർച്ചിൽ എല്ലാ ദിവസവും പുതിയ ആളുകൾ എന്താ വരുന്നേ? പറയട്ടെ മറുപടി. സൗത്ത് ആഫ്രിക്ക ചെന്നു, എന്നെ പരിചയമില്ലാത്ത സ്ഥലമാ, ഒരു പുതിയ സ്ഥലത്ത് ക്രൂസൈഡ് വെച്ചിരിക്കുക. അവിടുത്തെ പാസ്റ്ററിന് തന്നെ അതിശയം, നിങ്ങൾ ചെയ്ത പരസ്യത്തിന്റെ ഫലമല്ല ഇത്, എവിടെ നിന്നൊക്കെയാണോ ആളുകൾ വരുന്നതൊരു പിടിയില്ല. പുതിയ ആളുകളാണ് വരുന്നത്, വിജാതീയരായ ആളുകളാണ്, യേശുവിനെ അറിയാത്തവരാ വരുന്നേ. ഞാൻ അയാളുടെ രഹസ്യം പറഞ്ഞു. പറയട്ടെ, ദൈവത്തിനൊരു കാര്യം അറിയാം, ഞാൻ ജോൺ ദാരുവിന്റെ കയ്യിൽ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവിടേക്ക്, അവന്റെ അടുക്കലേക്ക് ആളെ വിട്ടാൽ അവൻ അത് ചെയ്തെടുക്കും. നിങ്ങളൊന്നും കൊള്ളത്തില്ല, നിങ്ങളുടെ അടുക്കലേക്ക് ആരെയും വിടത്തില്ല, നിങ്ങൾ കൊള്ളത്തില്ല. ആരങ്ങനെ പറഞ്ഞേ? ഒന്ന് കൈ തന്നെ. ഇതുവരെ പ്രിൻസിന് ഉമ്മ കൊടുത്തില്ല. വാ, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നെ. ഇങ്ങനെ ആരെങ്കിലും പറയുമെന്നാ ഞാൻ വിചാരിച്ചേ. കണ്ടോ, എന്നിട്ടും മിണ്ടണില്ല. കണ്ടോ, നിങ്ങൾ കൊള്ളത്തില്ല, നിങ്ങളുടെ അടുത്തേക്ക് ആരെയും വിടാൻ ചാൻസ് ഇല്ല. എന്റെ ദൈവമേ, കുനിച്ചീർത്തി ഇടിവരും ഞാൻ. പറ, ആർക്ക് ആർക്ക് കൊള്ളാം? പെണ്ണുപിള്ളയ്ക്കോ? പറ, ആർക്ക് കൊള്ളാം? ഞാൻ ദൈവത്തിന് കൊള്ളാകുന്നവനാണെന്നതുകൊണ്ട് ദൈവം എന്റെ അടുക്കലേക്ക് ആളെ അയക്കും. ഞാൻ പോകുന്നിടത്തേക്ക് ആള് വരും. ദൈവം എന്നിൽ ചിലത് കണ്ടിട്ടുണ്ടോ? ദൈവം എന്നിൽ ചിലത് കണ്ടിട്ടുണ്ട്. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ഞാൻ എവിടെ ചെന്നാലും പുതിയ ആത്മാക്കൾ വരും. കാരണം എന്നിൽ ചിലത് വെച്ചിട്ടുള്ളത് ദൈവത്തിന് അറിയാം, എനിക്കും അറിയാം. കണ്ടോ, ഇങ്ങനെ മലയാളി പറയത്തില്ല. മലയാളിക്ക് ഇത് പറയുന്ന അഹങ്കാരമാ, പക്ഷെ ദൈവത്തിന് ഇത് പറയുന്ന അഭിമാനമാ. ഇത് അഹങ്കാരമല്ല, നിന്റെ അഭിമാനമാകണം. എന്റെ ദൈവം എന്നിൽ ചിലത് വെച്ചിട്ടുണ്ടോ, ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുക, അത് അഭിമാനമാകണം. കൈയടിച്ചൊരു ആമേൻ പറ. എന്റെ അകത്ത് ഈ ചിത്രം കേറുമ്പോഴാ ഞാൻ വാഴാൻ തുടങ്ങുന്നേ. പൊസിഷൻ അറിയാത്തവൻ എവിടെ വാഴാനാ? പൊസിഷൻ ഇല്ലാത്തവൻ എവിടെ റൂൾ ചെയ്യാനാ? റൂളർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം റൂൾ 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 തീരുമാനിക്കുന്നവനെന്നാ. അതാണ് റൂളർ. നിയമങ്ങളെ ചെയ്യുന്നവൻ, കൈകാര്യം ചെയ്യുന്നവൻ, അതാണ് റൂളർ. എനിക്ക് റൂൾ ചെയ്യാൻ ഒരു ഡൊമീൻ ഇല്ല എങ്കിൽ, റൂൾ ചെയ്യാൻ ഒരു ഇടയില്ല എങ്കിൽ ഞാനിങ്ങനെ റൂൾ ചെയ്യുന്നേ. ഞാൻ ആരാന്ന് അറിഞ്ഞാലേ, എവിടാണ് എന്റെ പൊസിഷൻ എന്ന് അറിഞ്ഞാലേ, എന്തിനാ ദൈവം എന്നെ തെരഞ്ഞെടുത്തതെന്ന് അറിഞ്ഞാലേ ഞാൻ വാഴാനായി തുടങ്ങത്തുള്ളൂ. അവിടെയാ വിജയമുള്ളതാ. You are called to reign. നീ വാഴാൻ വിളിക്കപ്പെട്ടതാ. നീ വാഴാൻ വിളിക്കപ്പെട്ടതാ. ഞാൻ വാഴാൻ വിളിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ ഏത് മേഖലയിലാ വാഴേണ്ടത്, അതിനാണ് എന്നെ ആക്കിയിരിക്കുന്നത് എന്ന് അറിയുമ്പോഴാ അത്ഭുതം ആരംഭിക്കുന്നത്. ഞാൻ രോഗങ്ങളോട് പറഞ്ഞാൽ അത് കേൾക്കും. എങ്ങനെയാ? എന്നെ അവിടെ വെച്ചിരിക്കുക ദൈവം. ഞാൻ ഭൂതങ്ങളോട് പറഞ്ഞാൽ അത് കേൾക്കും. കാരണം എന്നെ ദൈവം അവിടെ വെച്ചിരിക്കുക. ദൈവമേ, വല്ലതും തരണേ. നടത്തത്തില്ല. ഞാൻ അവിടെ നിൽക്കുന്നത് അത് ചെയ്യാനാ. ദൈവം ചെയ്യും. നിന്നെ അതിനായി ഉപയോഗിക്കും. കാരണം റൂൾ ചെയ്യുന്നത് ആ പൊസിഷനിൽ ഉറപ്പുള്ളവനാ. പൊസിഷനിൽ ഉറപ്പില്ലാത്തവൻ വാഴത്തില്ല. പൊസിഷൻ അറിയാത്തവൻ വാഴത്തില്ല. ഒന്ന് പറഞ്ഞേ, പൊസിഷൻ അറിയാത്തവൻ വാഴത്തില്ല. പൊസിഷനിൽ ഉറപ്പില്ലാത്തവൻ വാഴത്തില്ല. പൊസിഷൻ അറിയാത്തവൻ വാഴത്തില്ല. നിങ്ങളൊരു ഓഫീസിലെ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഓഫീസിലെ പൊസിഷൻ അറിയാതെ നിങ്ങൾ എങ്ങനെയാ വാഴുന്നേ? ഒരു പോലീസുകാരൻ, അയാൾക്ക് പോലീസുകാരനാണോ ക്ലാർക്കാണോ എന്തുവാ അടുത്ത പൊസിഷൻ ഉള്ളത്?
SI-യുടെ താഴെ എന്തുവാ? SI. ASI ആണോ SI ആണോ അതോ സർക്കിൾ ആണോ എന്ന് അറിയത്തില്ല എന്ന് ചിന്തിച്ചു നോക്ക്. അയാൾ ഏത് കസാരയിൽ പോയിരിക്കും? അതാ നിന്റെ സ്ഥിതി. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ നിർത്തുക. എന്നാലോചിച്ച് നോക്കി ജോസിനെ, പോലീസുകാരനാണെന്നോ ഏതാ പോലീസെന്നോ ഏതാ പൊസിഷൻ അറിയാതിരുന്നെങ്കിൽ പുള്ളി അവിടെ കിടന്ന് നടക്കത്തേ ഉള്ളൂ. കള്ളനോട് പറയാനൊരു ധൈര്യം കാണത്തില്ല, പോലീസുകാരോട് പറയാൻ. ASI ആണെങ്കിൽ അവൾ പറയാം, ആ ഇനി എൻ്റെ കീഴിലാണ് പോലീസുകാരെ. SI ആണെങ്കിൽ പറയും, ഈ ASIയും പോലീസുകാർ എൻ്റെ കീഴില്ല. സർക്കിൾ ആണെങ്കിൽ പറയും, ഇവരല്ല എൻ്റെ കീഴില്ല. DSP ആണെങ്കിൽ ഇവരല്ല എൻ്റെ. നിന്റെ പൊസിഷനാ നിന്റെ റൂളിംഗ് തീരുമാനിക്കുന്നത്. നിന്റെ പൊസിഷനെ കുറിച്ചുള്ള അറിവാ നിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. പൊസിഷൻ അറിയത്തില്ലെങ്കിൽ ഭരിക്കാൻ പറ്റത്തില്ല. പൊസിഷൻ അറിയുന്നതനുസരിച്ച് ഭരണം കൂടിക്കൊണ്ടിരിക്കും. ഒന്ന് പറഞ്ഞേ, പൊസിഷൻ അറിയത്തില്ലെങ്കിൽ ഭരിക്കാൻ പറ്റത്തില്ല. പറ, പൊസിഷൻ അറിയത്തില്ലെങ്കിൽ ഭരിക്കാൻ പറ്റത്തില്ല. പൊസിഷൻ അറിയാമെങ്കിൽ ഭരണത്തിന്റെ അധികാരം കൂടിക്കൊണ്ടിരിക്കും. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചോ, പൊസിഷൻ അറിയാവോ? പൊസിഷൻ അറിയാമോ? വേറെ ആളോട് യാചകനോ രാജാവോ ചോദിക്കേ. രാജാവോ ചോദിച്ചോ. രണ്ടുപേര് പുറകെ ഇരിക്കുന്നവരോട് ചോദിച്ചു, ചിലരുന്ന് ഉറങ്ങുന്നുണ്ട്. എപ്പോഴാണോ ഈ നടുവേനിക്ക് പ്രാർത്ഥിക്കുന്നത്? യാചകനോ രാജാവോ ചോദിച്ചേ. യാചകനോ രാജാവോ. മറുപടി എന്താ പറഞ്ഞേ? എല്ലാറ്റിനും തലയാട്ടിയില്ലേ പുള്ളി? അതിന്റെ അർത്ഥം പുള്ളിക്ക് ഇതുവരെ അറിയത്തില്ല ആരാന്ന്. അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കേ, യാചകനോ രാജാവോ ചോദിക്കേ. യാചകനോ രാജാവോ. പുള്ളി എന്താ ചെയ്തേ? തലയാട്ടിയല്ലേ ചെയ്തോളൂ, ചിരിച്ചോണ്ട് തലയാട്ടി. അതിന്റെ അർത്ഥം പുള്ളിക്ക് ആരാന്ന് ഇപ്പോഴും അറിയത്തില്ല. ആരെങ്കിലും പറഞ്ഞോ ഞാൻ രാജാവെന്ന്? ആരെങ്കിലും പറഞ്ഞോ? ഒന്നും കൂടെ ചോദിക്കാം. അടുത്തിരിക്കുന്ന വേറെ ആളോട് ചോദിക്കും, യാചകനോ രാജാവോ? ഒരാള് മുഖത്ത് നോക്കിയിട്ട് പറ, എന്റെ പൊസിഷൻ രാജകീയ പൊസിഷനാ. രാജകീയ പുരോഹിത വർഗം. I am the king. I am the king. I am the king. Come on, come on. കൈ അടിച്ചോണ്ട് പറ, I am the king. I am the king. ഒരാളോട് കൂടെ ചോദിച്ചേ, ഇവനോട് കൈ കീബോർഡ് വായിക്കുന്നുണ്ട്, കയ്യിൽ നിന്ന് കൊടുത്ത് ചോദിച്ചേ, യാചകനോ രാജാവോ? എല്ലാം കേട്ടിട്ടോന്ന് അറിയാനോ? എന്തരടെ പറയുന്നത് തന്നെ? കണ്ടോ, കറക്റ്റ് സാധനം വന്നുണ്ട്. ഓ, രാജാവോ യാചകനോ? രാജാവ് തന്നെ. ഓ, നമ്മുടെ അകത്ത് നമ്മൾ ആരാന്ന് പൊസിഷൻ അറിയാത്തൊരു വിശ്വാസിയാ ഇന്ന് 90%. അതുകൊണ്ടാ വല്ലതും തരണേ എന്ന് പറയുന്നേ. ഞാൻ ആരാന്ന് മനസ്സിലായാൽ ആ സാഹചര്യത്തെ അയാൾ വാഴാൻ തുടങ്ങും. നിങ്ങൾക്ക് എസ്തേർ എന്ന് പറയുന്ന ഒരു സ്ത്രീ അറിയാവോ? എത്ര പേർക്ക് എസ്തേറിനെ അറിയാം? രാജ്ഞിയാകാൻ തെരഞ്ഞെടുക്കപ്പെട്ടവളാ അവള്. ഇതാ അവളുടെ കുലത്തിന് നേരെ ഒരു കൂട്ടം ആളുകൾ എഴുന്നേൽക്കുന്നു. ഒരാൾ എഴുന്നേൽക്കുന്നു, യഹൂദ കുലത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ എഴുന്നേറ്റ്. വേദപുസ്തകം പറയുന്നത്, രാജാവ് തൻ്റെ സമയത്തല്ലാതെ, താൻ അനുവദിക്കുന്ന സമയത്തല്ലാതെ ആരെങ്കിലും അങ്ങോട്ട് കയറി ചെന്നാൽ അവരെ കൊന്നുകളയും. പക്ഷെ എസ്തേർ ഇത് രാജസ്ഥാനത്തേക്ക് കയറി ചെല്ലുക. എസ്തേറിനോട് ചോദിക്കാം, എസ്തേറെ എന്ത് ധൈര്യത്തിലാ കയറി തള്ളുന്നേ? അവൾ ആദ്യം പറയുന്ന മറുപടി തന്നെ ആയിരിക്കും അറിയോ? ഐ ആം ചോസൻ. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാ. രാജസന്നിധിയിൽ കയറാനുള്ള അധികാരം തെരഞ്ഞെടുപ്പാണ്. ഓ, കൂടെ ഉണ്ടെങ്കിൽ ആമേൻ പറ. രാജാവിന്റെ അടുക്കൽ ചെല്ലാനുള്ള അധികാരം തെരഞ്ഞെടുക്കപ്പെട്ടതാ. നീ തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന ബോധ്യത്തോടെ മുന്നോട്ട് നടന്ന സർവ പട്ടാളവും സല്യൂട്ട് ചെയ്യും. ആരും നിനക്ക് നേരെ വാളുമായി നിൽക്കത്തില്ല. സകലതും നിന്നെ സല്യൂട്ട് ചെയ്യും. നിന്റെ ഉള്ളിലെ ഉറപ്പാ സല്യൂട്ടിന്റെ രഹസ്യം.
എസ്തറേ, നിനക്ക് ആരെയും ഭയമില്ലേ? അവള് പറയും, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാ, രാജാവിന്റെ പത്നിയാകാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാ. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? രാജാവിന്റെ പത്നിയാകാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാ. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു ശത്രുവിന് എന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാ. അവന്റെ ഭാര്യയാകാൻ, അവന്റെ മണവാട്ടിയാകാൻ, അവന്റെ മകളാകാൻ. ദൈവം എന്നെ അതിനായി തെരഞ്ഞെടുത്തു എന്ന് അറിവ ഒരാളുടെ അകത്ത് കയറിയാൽ അയാളെ ആരും തടയത്തില്ല. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാ. പറ, ഞാൻ ഇവളെ വിവാഹം നിശ്ചയിച്ച നിമിഷം മുതൽ ഇവൾ എന്റെ അടുക്കൽ അല്ലെങ്കിലും ആണെങ്കിലും ഇവൾ എന്റെയാ. അതൊന്നും നിങ്ങളുടെ അകത്ത് കേറിയാൽ ഒരു പോരാട്ടവും നിന്നെ തൊടത്തില്ല, ഒരു ശത്രു നിന്നെ തൊടത്തില്ല. രാജാവിന്റെ വകയാ നീ, രാജാതി രാജാവിന്റെ വകയാ. ഒന്ന് പറഞ്ഞേ, ഞാൻ രാജാവിന്റെ വകയാ. അങ്ങനെ പറഞ്ഞ ഒക്കതല്ലേ? രാജാതി രാജാവിന്റെ വകയാ. കുറച്ച് ഗമയൊക്കെ വരട്ടെ. അവന്റെ ഭാര്യയാകാൻ ഈ ലോകത്തിൽ അനേകായിരമുള്ളപ്പോ എന്നെ തെരഞ്ഞെടുത്തതാ. I am chosen. I am chosen. I am chosen. I am chosen. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാ. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട എസ്തറിനോട് ചോദിച്ചു നോക്കി, എസ്തറേ, നിനക്കതിനകത്ത് ആ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ രാജാവിന്റെ പത്നിയാകുന്നതിനേക്കാൾ മുമ്പ് നിനക്ക് എന്തെങ്കിലും ട്രെയിനിങ് ഉണ്ടോ? സംശയമൊന്നുമില്ല. അവള് പറയും, രാജപദവിയിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ചില ട്രെയിനിങ്ങിലൂടെ പോയേ ഒക്കത്തുള്ളൂ. ആ ട്രെയിനിങ് രാജാവിന്റെ വലതുവശത്ത് ഇരിക്കാൻ വേണ്ടിയുള്ളതാ. അഭിഷേകം ഇപ്പോൾ ശൗലിന്റെ മേലിൽ നിന്ന് മാറിയിട്ട് ദാവീദിന്റെ മേളിലാ. ശൗല ഇപ്പോഴും രാജാവ്. ദാവീദിനോട് ചോദിക്കാം, ദാവീദ് നീ എവിടാ? അവൻ പറയും, ശൗലിന്റെ കൊട്ടാരത്തിൽ ശൗലിന്റെ ആയുധവാഹകനായിട്ട് ഞാൻ അവന്റെ ഒപ്പം നടക്കുക. അഭിഷേകം ആരുടെ തലയിലാ? ദാവീദിന്റെ. രാജാവ് ആരാ? ശൗല. പിന്നെന്തിനാ അവന്റെ കൂടെ നടക്കുന്നത്? രാജാവ് ആകണേക്കാൾ മുമ്പ് ആ രാജാവിന്റെ അധികാരത്തെ, രാജാവ് എങ്ങനെയാ ശുശ്രൂഷിക്കുന്നത്, രാജാവിന്റെ അതോറിറ്റി, അതൊന്ന് പരിചയപ്പെടണം. ആടിനെ മേച്ചതിനെ ഒരു ദിവസം കൊട്ടാരത്തിലെ സിംഹാസനത്തിൽ ഇരുത്തിയാൽ അവന് സംസാരിക്കാൻ അറിയത്തില്ലാതെ വരും. ആടിനെ മേച്ചതിനെ കൊട്ടാരത്തിൽ രാജസിംഹാസനത്തിൽ ഇരുത്തിയാൽ അവന് വർത്തമാനം പറയാൻ അറിയത്തില്ല. ആടുകളോട് പഴകിയ പരിചയമുള്ളൂ. എന്നാൽ സ്ഥാനമാനങ്ങളോട് സംസാരിക്കാൻ പഴകണം, പരിചയം ഉണ്ടാകണം. ഇതെങ്ങനെയാ വിശദീകരിക്കുന്നേ? അധികാരങ്ങളോട് സംസാരിക്കാൻ പഴകണോന്ന്, പരിചയം വേണോന്ന്, അതിന് രാജാവിന്റെ കൂടെ നടന്നാലേ പഠിക്കത്തുള്ളെന്ന്. ചിലരെ അധികാരങ്ങളോട് സംസാരിക്കാൻ ദൈവം അധികാരപ്പെടുത്തുക. നീ ചിലതിനെ ദൈവം ട്രെയിൻ ചെയ്യുകയാ. എന്തിനാന്ന് പറയാം? അധികാരങ്ങളോട് സംസാരിക്കാൻ, അധികാരങ്ങളോട് ഇടപെടാൻ. ചിലതിനെ അഭിഷേകം ചെയ്യുക, ചിലതിനെ ശക്തീകരിക്കുക. ഞാനൊരു വെളിപ്പാട് കാണുക. ഈ ഹോളിനടുത്ത് പലയിടത്തും ദൈവദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നു.
ചിലരെ അതിശക്തമായി ദൈവം അധികാരപ്പെടുത്തുന്നു. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കല്ലേ. ദൈവം ചിലത് ചെയ്യുവാ. Come on, come on, come on. Come on, come on. നിങ്ങളുടെ അടുക്ക നിൽക്കുന്ന ആള് ഉരുളുവോ ബഹളം വെക്കുകയോ ചെയ്താൽ നോക്കല്ലേ. അയാളെ ദൈവം അധികാരപ്പെടുത്തുക. അധികാരങ്ങളോട് സംസാരിക്കാൻ ദൈവം ചിലരെ ശക്തീകരിക്കുക. ഒന്നും കൂടെ പറയാം, അധികാരങ്ങളോട് സംസാരിക്കാൻ ദൈവം ചിലരെ അധികാരപ്പെടുത്തുക. Receive, 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 receive. അങ്ങോട്ട് നോക്കല്ലേ. Receive, 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 receive. അങ്ങോട്ട് കൂടെ നോക്കല്ലേ, നോക്കല്ലേ. Receive, receive, receive. ദാവീദേ, നിന്നെ ഇപ്പൊ എവിടെ നിർത്തിയിരിക്കുന്നതാ? രാജാവിന്റെ ആയുധവാഹകനായിട്ടാ. എന്തിനാ ദാവീദേ? അധികാരങ്ങളോട് ഇടപെടാൻ, അധികാരങ്ങളോട് സംസാരിക്കാൻ, അധികാരങ്ങളെ റൂൾ ചെയ്യുവാൻ, അധികാരങ്ങളെ ഭരിക്കാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കുകയാ. ദൈവം നിങ്ങളെ ശക്തീകരിക്കുക. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ പോവാ. ചിലരെ ദൈവം അധികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു പുതിയ ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുപോവാ. This is your season. This is your time. This is your season. This is your time. Receive, 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 receive. ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാ. ഞാൻ ദൈവത്തിന്റെ സ്പെഷ്യലാ. ഞാൻ ദൈവത്തിന്റെ ബെസ്റ്റാ. ഞാൻ എക്സ്ട്രാordinaryയാ. ഞാൻ എക്സലന്റാ. എന്റെ കൂടെ ഉണ്ടോ? I am chosen. I am special. I am the best. I am extraordinary. I am excellent. I will do excellent things. I will do extraordinary things. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കൊരു അടുത്ത ലെവലിലേക്ക് ശുശ്രൂഷ കൈകാര്യം ചെയ്യാൻ വളരാൻ ആഗ്രഹമുള്ള ഒരവരുടെ കരം ഒന്ന് ഉയർത്തി കാണിക്കാവോ? മുന്നോട്ട് വരാവോ? ഓടിവോ. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ദാവീദ് ശൗലിന്റെ ആയുധവാഹകനായിരുന്നപ്പോ അവൻ വാഴ്ചയെ പഠിച്ചു എന്നതുപോലെ നിങ്ങളിൽ ചിലര് ഈ പകൽ വാഴ്ചയിലേക്ക് വരികയാണ്. എനിക്ക് ഒത്തിരി പുസ്തകങ്ങൾ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. ഒത്തിരി തലയിൽ ചിന്തയും കിടപ്പുണ്ട്. പക്ഷെ എന്നോട് ഞാൻ ഇന്ന് ഈ പ്രസംഗിച്ച മെസ്സേജ് ഒരു വല്ലാതെ നിർബന്ധം വരുമോ. ഞാൻ ഇന്നലെ രാത്രി കിടന്നു അത് പറഞ്ഞുകൊണ്ടാണ് കിടന്നുറങ്ങി. ഈ ആഴ്ചയിൽ ഈ പുസ്തകം എഴുതണമെന്ന് വിചാരിച്ചിരിക്കുക. സ്വർഗ്ഗം എന്നോട് പറഞ്ഞു, ആളുകളുടെ തലച്ചോറിനകത്തുള്ളതോ റൈറ്റ് ആറ്റിറ്റ്യൂഡ് അല്ല, ബെഗർ ആറ്റിറ്റ്യൂഡാ, യാചക മനോഭാവമോ. എന്ന രാജകീയ മനോഭാവം വരുമ്പോഴാ അധികാരങ്ങൾ. എന്റെ കൂടെ നീ പറ, ഞാനൊരു രാജാവാണ്. രാജാവിന് അത് ഇതും പറയാനൊക്കത്തില്ല. കാരണം അവൻ ഇരിക്കുന്ന പൊസിഷൻ, അവന്റെ വാക്കുകൾ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? നിന്റെ പൊസിഷൻ അറിയാമെങ്കിൽ നിന്റെ വാക്കുകൾക്ക് മാറ്റം ഉണ്ടാകും. എന്നെ ദൈവം വിളിച്ചത് വാഴാൻ വേണ്ടിയാ. ഈ പകൽ നിങ്ങളിൽ ചിലരുടെ മേൽ നിങ്ങളുടെ സംസാരം മാറ്റുന്ന വിധത്തിൽ, നിന്റെ ചിന്ത മാറ്റുന്ന വിധത്തിൽ, നിന്റെ പെരുമാറ്റം മാറ്റുന്ന വിധത്തിൽ, നിന്റെ വാക്കുകൾ മാറ്റുന്ന വിധത്തിൽ ഒരു അസാധാരണ പകർച്ച ഉണ്ടാകുകയാ. Receive it now. Receive it now.
നിങ്ങളുടെ സംസാര ശൈലി മാറിപ്പോകും. നിങ്ങളുടെ സംസാരത്തിന്റെ ശൈലി മാറിപ്പോകും. നിങ്ങളുടെ നടപ്പും ഇരിപ്പും മാറിപ്പോകും. നിങ്ങളുടെ ബന്ധങ്ങൾ മാറിപ്പോകും. നിങ്ങളുടെ ചുറ്റുപാടുകൾ തീരുമാനിക്കും. ഒരു പകർച്ച വരുവോ? Are you ready? Are you ready? Are you ready? യേശുവിന്റെ നാമത്തിൽ ഒരു പകർച്ച ഉണ്ടാകട്ടെ. Now. Cha ta ka ta la ra ka. Receive. Receive. Di. Rada la kabat. Fire. 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 പാറശാലയിലും ചുറ്റുപാടും ചിലര് വാഴാൻ പോകുന്നു. ചിലര് വാഴാൻ പോകുന്നു. You are going to rule. രാജാവായി വാഴുവാൻ എന്നെ വിളിച്ചു. പറഞ്ഞേ, രാജാവായി വാഴുവാൻ എന്നെ വിളിച്ചു. ഒരിക്കൽ കൂടെ, രാജാവായി വാഴുവാൻ എന്നെ വിളിച്ചു. ഓ രാജ്യങ്ങൾ യേശുവിനാൽ നേടുവാൻ തന്നെ. പറ, രാജ്യങ്ങൾ യേശുവിനാൽ നേടുവാൻ തന്നെ. ഒരിക്കൽ കൂടെ, രാജ്യങ്ങൾ യേശുവിനാൽ നേടുവാൻ തന്നെ. ഓ രാജാവാൻ വാഴുവാൻ എന്നെ വിളിച്ചു. രാജ്യങ്ങൾ യേശുവിനാൽ നേടുവാൻ തന്നെ. ഒരിക്കൽ കൂടെ, രാജാവാൻ വാഴുവാൻ എന്നെ വിളിച്ചു. രാജ്യങ്ങൾ യേശുവിനാൽ നേടുവാൻ തന്നെ. അടുത്തിരിക്കുന്ന ആളുടെ കൈ എടുത്തിട്ട് പറ, രാജാവായി വാഴുവാൻ എന്നെ വിളിച്ചു. രാജ്യങ്ങൾ യേശുവിനാൽ നേടുവാൻ തന്നെ. Once again. രാജാവായി വാഴുവാൻ എന്നെ വിളിച്ചു. രാജ്യങ്ങൾ യേശുവിനാൽ നേടുവാൻ തന്നെ. നിങ്ങളും ഞാനും രാജ്യങ്ങൾ പിടിക്കുകയാണ്. രാജ്യങ്ങൾ പിടിക്കുക. ഓ രാജാവായി വാഴുവാൻ എന്നെ വിളിച്ചു. രാജ്യങ്ങൾ യേശുവിനാൽ നേടുവാൻ തന്നെ. രാജ്യങ്ങൾ യേശുവിനാൽ നേടുവാൻ തന്നെ. രാജാവായി വാഴുവാൻ എന്നെ വിളിച്ചു. രാജ്യങ്ങൾ യേശുവിനാൽ നേടുവാൻ തന്നെ. എന്നെ വിളിച്ചു. രാജ്യങ്ങൾ യേശുവിനാൽ നേടുവാൻ തന്നെ. ഞാനവന്റെ മുന്നണി പോരാളി. ഞാനവന്റെ മുന്നണിയിൽ പോരാടി. ഒരിക്കൽ കൂടെ, ഞാനവന്റെ മുന്നണിയിൽ പോരാടി. ഒരിക്കൽ കൂടെ, ഞാനവന്റെ മുന്നണിയിൽ പോരാടി. ഞാനവന്റെ മുൻനിരയിൽ പോരാളി. മുന്നണിയിലെ പോരാളിയാ. ഞാനവന്റെ മുൻനിരയിൽ പോരാളി. മുൻനിരയിൽ നിന്ന് പാടാം.
ഞാനവന്റെ മുൻനിരയിൽ പോരാളി, ഞാനവന്റെ മുൻനിരയിൽ പോരാളി, ഞാനവന്റെ മുൻനിരയിൽ പോരാളി. രാജകീയ പുരോഹിത വർഗവും തന്നെ, രാജകീയ പുരോഹിത വർഗവും തന്നെ, രാജകീയ പുരോഹിത വർഗവും തന്നെ, രാജകീയ പുരോഹിത വർഗവും തന്നെ, ഓ രാജകീയ പുരോഹിത വർഗവും തന്നെ. Lord, thank you very much for the love, Lord. Thank you for the anointing, Lord. We love you, Jesus. We love you, Jesus. In Jesus' name. ആ കൈകളൊന്ന് അടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞേ.